ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്നും സത്സംഗം അനുവദിച്ചു തന്നിരിക്കുകയാണ്. ഓരോ ദിവസവും ഭഗവാൻ സത്സംഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയിട്ട് തീർക്കണു. ഒരുപാട് നാളായി നമ്മൾ നമ്മുടെ ശ്രീകൃഷ്ണ കഥാമൃതം പാരായണം ചെയ്തിട്ട് യാത്രകളൊക്കെ കാരണം കൊണ്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതുവരെയാണ് പാരായണം ചെയ്തതെന്ന് സമർപ്പിച്ചതെന്ന് അത്രയും അങ്ങോട്ട് മനസ്സിൽ ഓർക്കണില്ല. അപ്പം ഇന്ന് ഒരു ഭാഗം ഞാനിങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. ആ ഭാഗം തൊട്ടിട്ട് ഇന്ന് പാരായണം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണാൻ സാധിച്ചു എന്ന് കരുതട്ടെ. ബോംബെയിലുള്ള വൃന്ദാവനത്തെ പറ്റിയിട്ട് പലർക്കും ബോംബെയിൽ താമസിക്കണവർക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അത് എന്താണെന്നൊന്നും അറിയാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു, ബോംബെയിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഭാഗ്യം, എല്ലാവർക്കും പോകാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. അവിടെ ഇരുന്ന് ധാരാളം നാമം ജപിക്കാൻ സാധിക്കട്ടെ. അവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാവരോടും ഇരിക്കാൻ പറയും. എന്നിട്ട് അവർ എല്ലാവർക്കും ജപമാല നൽകും. എന്നിട്ട് എല്ലാവരെ കൊണ്ടും ഹരേ രാമ നാമം ജപിപ്പിക്കും. അപ്പോൾ ആ ഹരേ രാമനാമം പൂർണ്ണമായിട്ട് 101 പ്രാവശ്യം എല്ലാവരും ജപിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒരുവിധമൊക്കെ പേര്, ഏതായാലും ഒരു 20 പേര് വന്നാൽ ഒരു 10-15 പേരെങ്കിലും ജപിക്കുന്നുണ്ട്. 3-4 പേരെ ജപിക്കാണ്ടുള്ളൂ. മാല കൊടുത്ത് ജപിക്കാൻ പറയുമ്പോൾ അവർ ജപിക്കുന്നുണ്ട്. അപ്പം 3-4 പേരെ ജപിക്കാണ്ടുള്ളൂ. കാരണം ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ അങ്ങനെയുള്ളവരല്ലേ പോവുള്ളൂ. ഇപ്പോൾ വൃന്ദാവനം പോലെയുള്ള ടൂറ് പോകാൻ വേണ്ടിയിട്ട് ആരും വരില്ല. അപ്പോൾ അതിൽ തന്നെ ജപിക്കുന്നവരുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ജപിക്കുന്നവരുണ്ട്, കുട്ടികൾ ജപിക്കുന്നുണ്ട്, ചെറുപ്പക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചെറുപ്പക്കാർ, 16 വയസ്സ് 25 വയസ്സൊക്കെയുള്ള കുട്ടികളൊക്കെ, അതുവരെയുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അവരൊക്കെ ജപിക്കുന്നുണ്ട്. ശരിക്കും അതൊരു മനോഹരമായ കാഴ്ചയാണ്. ആ ഭഗവാന്റെ നാമത്തെ അത്രയും അവിടെ വരുന്ന ജനങ്ങളിലൂടെയൊക്കെ ജപിപ്പിക്കാൻ സാധിക്കാൻ ചിലത് വലിയൊരു മഹത്വം തന്നെയാണ്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്ത് നിറഞ്ഞു നിൽക്കും. അവർ ഈ നാമം ജപിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന കാരണം തന്നെ അതാണ്. നാമജപത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ കൊണ്ട് അവിടുത്തെ ആ പരിസരത്തെ മുഴുവനും പരിശുദ്ധമാക്കിയിട്ട് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അത്രയും പവിത്രമായ ഒരു സ്ഥലം തന്നെയാവണം അത്. അല്ലെങ്കിൽ അവിടെ ഇതുപോലെ ഒരു വൃന്ദാവനം വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു യാത്രയുടെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. ഒരുപാട് പേർക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഓരോ ദിവസത്തെയും അനുഭവങ്ങളും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ ഭാഗവതം, ആ മാമിയുടെ അവിടെ ഇരുന്നുള്ള ഭാഗവത പാരായണം അനുഭവങ്ങൾ, അവിടുത്തെ ഓരോന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. ധാരാളം അവിടെ അങ്ങനെ ആ ഭക്തിയുള്ള സത്സംഗം, ആ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള കൃഷ്ണപ്രേമികൾ, അമ്മയുടെ അവിടുത്തെ ആ മാമിയുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. അതുതന്നെയാണല്ലോ
അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് കഥകൾ പറഞ്ഞു. അനുഭവ കഥകളായിട്ടും ഭഗവാന്റെ കഥകളായിട്ടും ഭാഗവതത്തിലൊരു വരിയിലൂടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ധാരാളം സത്സംഗം. അപ്പോൾ മാമി പറഞ്ഞു, അവിടെ ഒരു മഹാത്മാവ് ഗുരുവായിരുന്ന മണിസ്വാമി അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാമിയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു പരസ്പര സത്സംഗം എന്നുള്ളത് വളരെയധികം നല്ലതാണെന്ന് പറഞ്ഞു. രണ്ടുപേര് കണ്ടാൽ ഭഗവാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതും ഒരു വലിയ സത്സംഗമാണ്. അത് മഹത്തായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു എന്ന് ആ മാമി നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ധാരാളം കഥകൾ കേൾക്കാൻ പറ്റി. നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള ഒരുപാട് കഥകൾ. അന്ന് അവിടെ പൽഘർ ആ ഗോവർദ്ധൻ എക്കോ വില്ലേജിൽ പോയപ്പോൾ അവിടുത്തെ പ്രഭുജി ധാരാളം കഥകൾ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു മഹാത്മാവിനെ കൂടെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അവർ അവിടെ വന്ന് അങ്ങനെ പറഞ്ഞു തരാൻ ഉണ്ടായിട്ട് പറയണതും അതൊരു ഡ്യൂട്ടി പോലെ പറയണതൊക്കെ വ്യത്യാസമുണ്ട്. കാരണം അങ്ങനെ ഡ്യൂട്ടിയൊന്നും ഇല്ല അവിടെ ആർക്കും. നമ്മളുടെ കൂടെ എന്തോ അവർ വന്നു, ഗൈഡ് പോലെ നമുക്ക് പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ ഗൈഡ് ഉണ്ടോ, ഗൈഡിനെ കിട്ടുമെന്നൊക്കെ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിലങ്ങനെ പോയി ഇങ്ങനെ കറങ്ങാനുള്ളതേ ഉള്ളൂ, ഗൈഡിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് അവിടെ നിന്ന് കിട്ടിയ അറിയിപ്പ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു കൃപാകടാക്ഷം തന്നെ അവിടെയും പ്രവർത്തിച്ചു. നമ്മുടെ കൃഷ്ണ ഈ പ്രേമപുഷ്പാഞ്ജലിയിലുള്ള കൃഷ്ണബന്ധു രേഖ വിളിച്ചു. അപ്പോൾ രേഖ അറിയണ ഒരു മോളുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ നമ്പർ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പ്രഭുജിയുടെ നമ്പർ തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടോ എന്തോ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ഗൈഡ് വന്നു എന്നുള്ളത് ഞങ്ങളുടെ ആ ഒരു ശരിക്കും അതെ. കാരണം നമുക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാം എഴുതി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ നിന്നുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈശ്വര കഥകൾ പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തും പറയുന്ന പല പല കഥകൾ പറയണത് അത് പല വ്യത്യാസത്തിലാണ് പറയണത്. പല കഥകൾ പറയണതും പല വ്യത്യാസത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കുറേ പുതിയ കഥകൾ പറഞ്ഞു തരും ഓരോന്നൊക്കെ. അപ്പോൾ വ്യത്യാസത്തിലും ചിലപ്പോൾ ഭഗവാന്റെ വനഭോജനത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ വനഭോജനത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളുടെ രീതിയിലാണല്ലേ വനഭോജനം പറയുക. അങ്ങനെയാണല്ലോ, ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ്. ഞാനും പണ്ടൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ എന്താ കണ്ണൻ്റെ പാട്ടൊക്കെ പാടില്ലേ, ഓമന കുട്ടൻ ഗോവിന്ദൻ ബലാരാമനെ കൂടെ കൂടാതെ എന്ന് പാടുമ്പോൾ അതിൽ നറുനെയ്യ് കൂട്ടി ഉരുട്ടിയിട്ട് ഉറതൈര് കൂട്ടി ഉരുട്ടിയിട്ട് വറുത്തുപ്പേരി പതിപ്പിച്ചിട്ട് എന്നൊക്കെ നമ്മളുടെ ആ ഒരു രീതിയിൽ ഉപ്പുമാങ്ങിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഭഗവാനെ നേദിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മളുടെ രീതിയിലേക്ക് മാറുകയാണ്. ഭഗവാന്റെ കാരുണ്യമാണത്. ഭഗവാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ രീതി. പക്ഷേ ഭഗവാൻ ആ വളർന്നത് അത് പ്രകടമായത് മധുര വൃന്ദാവനത്തിലാണ്. അപ്പോൾ അവിടുത്തെ രീതിയാവും. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക? അവിടെ ഉണ്ടാവുക നല്ല വെണ്ണ ഉണ്ടാവും, തൈര് ഉണ്ടാവും, അതുപോലെ റബഡി എന്ന് പറഞ്ഞിട്ട് മധുരമുള്ള സാധനങ്ങൾ, മധുര പലഹാരങ്ങൾ, അങ്ങനെയുള്ള ചപ്പാത്തി, അതിലുള്ള കറികൾ, അതൊക്കെയാണ് അവിടെ കൃഷ്ണന് കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കഥയിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, കൃഷ്ണനും കൂട്ടുകാരും കൂടിയിട്ട് കളിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് കളിക്കാൻ വരികയാണ്. അപ്പോൾ കളിക്കാൻ വരുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഒരു കുട്ടി അത് കഴിഞ്ഞ് എല്ലാവരും അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ട് എല്ലാവരും കഴിക്കാനിരിക്കുക. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും വിളമ്പിയിട്ട് വേണം കഴിക്കാൻ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും എല്ലാം വിളമ്പി കഴിക്കാൻ എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു പാത്രത്തിൽ തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി അതിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് ആ തൈര് അങ്ങോട്ട് കുടിക്കാൻ വായയ്ക്ക് അങ്ങോട്ട് ഒഴിച്ച വഴി കൃഷ്ണൻ ചോദിച്ചു, എനിക്ക് തരാണ്ട് കഴിച്ചോ
ചോദിച്ചപ്പോൾ ഇങ്ങനെ വായ പിടിച്ചിട്ട് ആ കുട്ടി ഇറക്കാനും പറ്റണില്ല, എന്താ ചെയ്യണ്ടേ, അതിനാകെ വിഷമായി കൃഷ്ണന് കൊടുക്കാണ്ട് കഴിച്ചുല്ലോ എന്ന്. നമ്മളും പലപ്പോഴും അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെ ഒരു പ്രതീകമായിട്ടാണല്ലേ ഭഗവാന് കൊടുക്കണം എന്നൊക്കെ. നമുക്ക് കൊടുക്കണ്ടെന്ന് ആഗ്രഹമൊന്നുമില്ല, എല്ലാം ഭഗവാന് വിളമ്പിയിട്ട് വേണം കഴിക്കാമെന്ന് പറയും. പക്ഷെ നമ്മളുടെ ആ വാസന കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഭഗവാന് കൊടുക്കാൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഭഗവാൻ ഇതുപോലെ ചോദിച്ചു മേടിക്കും, എനിക്ക് തന്നില്ല അല്ലേ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഭക്തരെ എങ്ങനെ തന്നാലും നീ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയല്ലേ, നീ എനിക്ക് എങ്ങനെ തന്നാലും ഞാൻ സ്വീകരിക്കും. ഒരു സൂത്രം ഉണ്ടെന്ന് പറയും. ആ തൈര് ഭഗവാന് കൊടുക്കാണ്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ കുഞ്ഞ് ഇങ്ങനെ കവിള് പിടിച്ചേക്കല്ലേ, ഇങ്ങനെ അങ്ങോട്ട് ഇടിക്കുമ്പോൾ വായ തുറന്നിട്ട് ആ തൈര് മുഴുവനും പുറത്തേക്ക് വരുമ്പോൾ കണ്ണനത് വായ കൊണ്ട് സ്വീകരിക്കത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നൊരു മനോഹരമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയാവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാത്മാക്കൾ പറഞ്ഞു കൊടുത്ത ഭാവനയാവാം. അത് കണ്ടിട്ടാണ് ബ്രഹ്മാവ് ചോദിക്കുന്നത്, കഷ്ടം ഇത്രയും ഒരു സാക്ഷാൽ പരബ്രഹ്മമൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന് പൂജിക്കുമ്പോൾ എത്രയോ ശുദ്ധവും വൃത്തിയുമായിട്ട് എത്ര പരിഭാവനമായിട്ട് ഒക്കെ വേണം നമ്മൾ കൊടുക്കാൻ. അത് ഇച്ചിലും പറ്റുമൊന്നും ഇല്ലാണ്ടതാ ഇതുപോലെ ഭക്ഷിക്കണമല്ലോ എന്ന് അദ്ദേഹത്തിന് വളരെയധികം ബ്രഹ്മാവിന് തോന്നിയത്ര. ഇത് ശരിക്കും ആ ബ്രഹ്മം തന്നെയാണോ സംശയം പോലും തോന്നിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അത് ബ്രഹ്മാവിന് വേണ്ടി തന്നെ ഭഗവാൻ ചെയ്തൊരു ലീലയായിട്ടാണ് പറയണത്. കാരണം ആ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് വന്ന് ആ വൃന്ദാവനത്തിൻ്റെ ആ മണ്ണിൽ സ്പർശിച്ച വൃന്ദാവനത്തിൻ്റെ മഹത്വം അറിയട്ടെ എന്ന് കരുതിയിട്ട് ഭഗവാൻ ചെയ്തൊരു ലീലയായിട്ടാണ് അത് അങ്ങനെ ഒരു വർണ്ണന പറയണം. അപ്പോൾ നമ്മളൊന്നും കേൾവിയില്ലാത്ത വർണ്ണനകളിലൂടെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഗവതം എന്ന് പറഞ്ഞാലൊക്കെ അങ്ങനെയാണ്. ആ ഭാഗവതത്തിൽ ഇതൊക്കെ അങ്ങനെ വിശദമായിട്ട് ഒന്നും കൊടുക്കണില്ല. ഒരു ഭഗവാൻ ആടിയ ഓരോ ലീലയും ഓരോരുത്തൻ്റെയും മനസ്സിലെങ്ങനെയാണ് എത്തണത് അതനുസരിച്ച് ആ മനോധർമ്മം പോലെ അതിനെ മനസ്സിൽ കണ്ട് അനുഭവിച്ച് ആസ്വദിക്കാനുള്ള അങ്ങനെയാണ് ഈശ്വരലീലകൾക്ക്. നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ആഗ്രഹിച്ചാൽ അതുപോലെയാണ് ഭഗവാൻ നമ്മളെ നെഞ്ഞം രംഗത്ത് തങ്കത്തളകളിളക്കി നീ നിത്യവും നൃത്തമാടൂ. നമ്മളെ നെഞ്ഞാകുന്ന രംഗത്ത് ഭഗവാൻ ഓരോ ലീലകൾ പാടുന്നത്. ഒരാൾക്ക് കാണുന്ന അനുഭവമാവില്ല ഒരാൾക്ക് ഉണ്ടാവുക, ഒരാൾക്ക് തോന്നുന്ന അനുഭവമാവില്ല ഒരാൾക്ക് ഉണ്ടാവുക. നമ്മൾ ഒരു സപ്താഹവേദിയിലിരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഒരേ ആചാര്യൻ തന്നെ പറയുന്നത് ഒരുപാട് പേരിരുന്ന് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആവില്ല ആസ്വാദനം വരിക അല്ലേ. പലർക്കും പല രീതിയിലാവും. ചിലവർ തീരെ അത് ശ്രദ്ധിക്കാണ്ടിരിക്കും, ചിലർക്കൊക്കെ ഇതെന്ത് കഥ, ഇതൊക്കെ അങ്ങനെ വെറുതെ അങ്ങനെ അങ്ങനെ ശ്രദ്ധയില്ലാണ്ടിരിക്കണവരുണ്ടാവും. ചിലവർ അതീവ ശ്രദ്ധയോടുകൂടി ഇരിക്കണവരുണ്ടാവും, ചിലവർ ഭക്തിയോടുകൂടി ഇരിക്കണവരുണ്ടാവും. ചിലർക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും കണ്ണിൽ നിന്ന് കണ്ണുനീര്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലതിക ടീച്ചറുടെ അടുത്ത് ടീച്ചറോട് കഥ പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ടീച്ചറുടെ ശരിക്കും ഇങ്ങനെ ഉരുകി ആ ഭഗവാന് സമർപ്പിക്കുന്നത് നമ്മുടെ മനസ്സാകുന്ന മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേമം മുഴുവനും കണ്ണുനീരായിട്ട് ശരിക്കും ഒഴുകിയിട്ട് പ്രേമഗംഗയായിട്ട് ഒഴുകിയിട്ട് ഭഗവാന്റെ പാദത്തിൽ വീഴുക. ടീച്ചർ അതുപോലെ കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കീർത്തനം കേൾക്കുമ്പോൾ ഇതുപോലെ കണ്ണ് നിറഞ്ഞൊഴുകും. എനിക്ക് ഒരുപാട് കൊതിയുണ്ട് ഭഗവാന്റെ മുമ്പിലിരുന്ന് കഥ കേൾക്കുമ്പോൾ അങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകാൻ ആയിട്ട്. പക്ഷേ ഇവിടെയൊന്നും ദ്രവിച്ചിട്ടില്ല, പാറ പോലെ ഉറച്ചു കിടക്കുക. ഇനി എത്രയോ കഴിഞ്ഞിട്ട് വേണം അങ്ങനെ ദ്രവിക്കാൻ അല്ലേ. സാക്ഷാൽ ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേട്ടാൽ പാറ പോലും ഉരുകിപ്പോവും. അതാണ് അത്രയും ആ ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദത്തിന് ശക്തിയുണ്ട്. കാരണം അതുപോലും ഉറച്ച പാറ പോലും അത് ആർദ്രീഭവിച്ചു വരും. അങ്ങനെയാണ് ഭാഗവതത്തിൽ അവിടുത്തെ വൃന്ദാവനത്തിലെ കഥ പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ കാണാൻ ചില സ്ഥലത്തൊക്കെ ചരൺ പഹാടി എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ പാദം പതിഞ്ഞ ശിലകൾ കാണാം. പിന്നെ
പശുക്കളുടെ പാദം പതിഞ്ഞത്. അതുപോലെ ഈ കൊമ്പും കുഴലൊക്കെ വച്ചിട്ട് അത് വെച്ചിട്ടാണല്ലോ ഈ നിലത്ത് വെച്ചിട്ടാവും ഓടക്കുഴൽ വായിക്കുന്നത്. അപ്പോൾ ആ കൊമ്പിൻ്റെയും കുഴലിൻ്റെയൊക്കെ ഭഗവാന്റെ പാദത്തിൻ്റെ, പശുക്കളുടെ പാദത്തിൻ്റെയൊക്കെ, കുരങ്ങന്മാരുടെയൊക്കെ പാദത്തിൻ്റെയൊക്കെ അടയാളങ്ങൾ പാറകളിൽ കാണാം. അപ്പോൾ അത് പറയണത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഓടക്കുഴൽ നാദം വിളിക്കുമ്പോൾ എവിടെയൊക്കെയാണോ നിന്നിരുന്നത്, ചിലപ്പോൾ ചില പശുക്കൾ 2 കാല് പാറയിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടെയുള്ള പുല്ല് തിന്നവും. അപ്പോഴാണിത് കേൾക്കുക. അപ്പോൾ അതുപോലെ നിന്നാൽ ഇഞ്ഞ് കേൾക്കും. അപ്പോൾ ഈ പശുക്കളുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുത്ര ആനന്ദത്തിൻ്റെ ആ ഒരു പ്രവാഹമാണത്. ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകും. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഈ പാറയൊക്കെ വെണ്ണ പോലെയായി തീരുത്രേ, ആർദ്രമായിട്ട്. അതിൻ്റെ ആ ഒരു ശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അത് വെണ്ണ പോലെ. അപ്പോൾ ഈ പാദം, പശുവിൻ്റെ പാദമൊക്കെ അതിലങ്ങനെയാണ് പതിയണേ എന്ന് മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് കാണുകയും ചെയ്യാം, അങ്ങനെയുള്ള പാറകളൊക്കെ കാണാം. അപ്പം അതുപോലെ ആണ് അത്. ഭക്തിയുടെ ഓരോരോ തലങ്ങളാണ്, ഓരോരോ തലങ്ങളാണ് ഭക്തിയുടെ. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പറയില്ല ഒരു തലത്തിൽ ഒരേ രീതിയിൽ എന്നൊന്നുമല്ല. നമ്മളാവണ പോലെ ആയാലേ മറ്റുള്ളവർക്ക് ഭക്തി ഉണ്ടാവുക, അങ്ങനെയൊന്നുമില്ല. ഏതാണ് ഭക്തി, എന്താണ്, ഇതാണോ ശരി, ഇതാണോ തെറ്റ്, ഇതൊന്നും ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഭഗവാനല്ലാതെ കണ്ട്. ഭക്തന്മാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവർ പോലും പറയും ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോഴൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സത്സംഗത്തിൽ പറഞ്ഞത്, സീതാമാമി പറഞ്ഞത് ഞങ്ങൾ കൃഷ്ണപ്രേമി സ്വാമികളെ കുറിച്ചിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊന്ന് നേരിൽ കാണണമെന്ന്. പക്ഷെ സാധിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കൊന്നും ഉള്ള ഒരു സുഹൃതം എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയും എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ജന്മത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു സാമീപ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക തന്നെ. അപ്പോൾ ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ സാമീപ്യം തന്നെയാണ് കേട്ടോ ഇതുപോലെ പറയണതും. അല്ല എന്ന് പറയില്ല, സ്മരണ പോലും ആ കാരുണ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഭഗവാനായിട്ട്, ഭഗവാന്റെ അവതാരമാണ്, ഭഗവാന്റെ അവതാര സ്വരൂപമാണ്, മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നിട്ട് ഉദ്ധരി, അങ്ങനെയൊക്കെ നമ്മളുടെ സങ്കല്പത്തിനനുസരിച്ചിട്ട്. ഇപ്പം നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ രാധാറാണിയാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോൾ അവർക്ക് ആ രാധാറാണിയുടെ അനുഭവം പ്രകടമായി. അത് ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ്, നമ്മുടെ ഭാവത്തിനനുസരിച്ചിട്ടാണ് പ്രകടമാവുക അത്. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം കാണുമ്പോൾ അദ്ദേഹത്തിനെ സാക്ഷാൽ ഭഗവാന്റെ തന്നെ അവതാര ഭാവമായിട്ടൊക്കെ ദർശിച്ചിട്ട് നമ്മുടെ മാമിയുടെ ഹസ്ബൻഡ് തന്നെ, അച്ഛൻ തന്നെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് അങ്ങനെ എഴുതിയിട്ട്, ഭക്തിപൂർവകം എഴുതിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ അതിലിങ്ങനെ അദ്ദേഹത്തിനെ അവതാര പുരുഷനായിട്ടൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറയും, ഞാൻ വെറും സാധാരണ മനുഷ്യനാണ്, എന്തൊക്കെയോ ഭക്തിയാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യണോ, അതൊന്നും അങ്ങനെയല്ല എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ എല്ലാവരുടെയും ഭാവം കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് സ്വയം തോന്നും ഞാൻ അവതാര പുരുഷനാണെന്ന്. അതായത് അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് പോലും ഒരു ഭഗവാൻ വ്യക്തമായിട്ടുള്ളൊരു ഇത് കൊടുക്കാതെ കണ്ട് ഭഗവാൻ കളിപ്പിക്കുകയാണ്. ഭഗവാന്റെ ഒരു ലീലയാണ് അതും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മഹത്വം, അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലാക്കാണ്ട് പോണത് എന്താണെന്ന് വെച്ചാൽ എവിടെയും അഹങ്കാരം വരരുതെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് തരികയായിരിക്കും. എങ്ങനെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതാണ് ഭഗവാന്റെ ആ ഒരു ലീല എന്ന് പറയുന്നത്. അങ്ങനെ അനേകം ലീലകൾ ആടിയത് തന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഒരു ദ്വാരക രാജധാനിയിലുണ്ടായിരുന്ന കാലത്തെ ഒരു ലീലയെ പറ്റിയിട്ടാണ് ഇന്ന് പാരായണം ചെയ്യണത്. നമുക്ക് പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ജ്യേഷ്ഠനോടൊപ്പം ദ്വാരകാ രാജധാനിയിൽ
വാണീടും ഒരു കാലത്തെ കഥ മറ്റൊന്നു ചൊല്ലിടാം. അപ്പോൾ പറയാണ്, അപ്പോൾ കൃഷ്ണനെ പറ്റിയിട്ട് പറയൂ, കേട്ട് മതിയായില്ല എന്നതാ പരീക്ഷിത് മഹാരാജാവ് പറയണു. എത്ര കേട്ടാലും മതിയാവരുത്, എത്ര കേട്ടാലും മടുക്കരുത്. അതുപോലെ ആവണം കൃഷ്ണകഥകളെ ആസ്വദിക്കേണ്ടത് എന്നത് അവിടെ കാണിച്ചു തരികയാണ്. ഊണും ഉറക്കവും ഇല്ലാണ്ട് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനോട് എന്താ പറയുന്നത്, ഇനിയും പറയൂ, മതിയായില്ല, ഇനിയും പറയൂ എന്ന്. നമുക്കൊക്കെ ഈ ലൗകിക സുഖങ്ങൾ അനുഭവിച്ച് മതിയാവാത്തതുപോലെയാണ് അദ്ദേഹത്തിന് ആ ഭഗവാന്റെ കഥകളിൽ അലിഞ്ഞിട്ട് മതിയാവാത്തത്. നമുക്ക് എന്ത് കണ്ടാലും മതിയാവണില്ല, എന്ത് കേട്ടാലും മതിയാവണില്ല, എത്ര TV കണ്ടാലും മതിയാവണില്ല. കുട്ടികളുടെ പോലെ എത്ര അവർ കാർട്ടൂൺ കണ്ടാലും മതിയാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കൂടി കഴിക്കാണ്ടിരുന്ന് കണ്ടോളും, എന്നിട്ട് അവർക്ക് മതിയാവണില്ല. കുറച്ചും കൂടി എന്ന് പറഞ്ഞിരിക്കണം. അതാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം ഗുരുവായൂരപ്പനോടായിരുന്നു എന്നുണ്ടെങ്കിലും ആലോചിച്ച് നോക്കൂ അല്ലേ. ചിന്താമണി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടല്ലേ നമുക്ക് വില്യമംഗല ലീലാശുകനോട് ചിന്താമണി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടല്ലേ ആ വില്യമംഗലം സ്വാമിയാരെ ആയിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചത്. ആ ഒരു ഇഷ്ടം, ആ ഒരു പെണ്ണിന്, ഒരു സ്ത്രീയോട് ചേർന്നൊരു ഇഷ്ടം കൊണ്ട് അദ്ദേഹം ചെയ്ത ആ വീരപരാക്രമങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ ഒരു ഇഷ്ടം ആ ഗുരുവായൂരപ്പനോട് തോന്നിയെന്നുണ്ടെങ്കിൽ എന്നേ ഗുരുവായൂരപ്പനെ സാക്ഷാത്കരിക്കാമായിരുന്നു എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് തറഞ്ഞു കയറി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴാണ് നമുക്ക് ഒരു ഇതിങ്ങനെ ഉണ്ട്, ചില സാധനങ്ങൾ നമ്മളിപ്പം ഓരോന്ന് ചെയ്യുമ്പോൾ അതിങ്ങനെ വട്ടം തിരിച്ച് എങ്ങനെ അടച്ചാലും ശരിയാവാത്തതുണ്ടാവും. ചിലത് രണ്ട് സാധനം നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴേ കുറേ വട്ടം തിരിച്ച് അങ്ങോട്ട് തിരിച്ച് എങ്ങനെയോ ടക്ക് എന്ന് പറഞ്ഞാൽ വെട്ടിൽ വീണാൽ രക്ഷപ്പെട്ടു, പിന്നെ അത് മുറുകിയിരിക്കും. അതുപോലെ നമ്മൾക്കും ആ ഒരു വെട്ടിൽ വീഴണം. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ടക്ക് എന്നാൽ അതിലങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ മുറുകിയിരുന്നു, പിന്നെ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറച്ചിരിക്കും. അപ്പോൾ അത് എപ്പോഴാണെന്നറിയില്ല. അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ അത് പിന്നെയും ഒരുപാട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സദാ കേൾക്കുകയും കാണും, അതിലുറച്ചിരിക്കുക. അതുപോലെ ഇന്നലെ ആ പറഞ്ഞ സമയത്ത് മാമി മറ്റൊരു കാര്യം പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. കാരണം അച്ഛൻ രാവിലെ എഴുന്നേറ്റ കൃത്യനിഷ്ഠയാണ് അച്ഛൻ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ആ ഭാഗവതം അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. ആര് വന്നാലും വന്നില്ലെങ്കിലും വേണ്ടില്ല, വിളക്ക് കൊളുത്തിയില്ലെങ്കിലും വേണ്ടില്ല, പൂജാമുറി വൃത്തിയാക്കിയാലും വേണ്ടില്ല, വൃത്തിയാക്കിയില്ലെങ്കിലും വേണ്ടില്ല, അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രാണൻ മുഴുവനും ആ ഭാഗവതത്തിൽ അദ്ദേഹം ഭാഗവതം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹം ഇത്ര സമയത്ത് രാവിലെ 8:30 തുടങ്ങണമെന്ന് പറഞ്ഞാൽ 8:30 തുടങ്ങും. അതിന് മുമ്പൊക്കെ ചെയ്യാവുന്നെങ്കിൽ ചെയ്തോളൂ, ഇല്ലെങ്കിൽ സൗകര്യം പോലെ ചെയ്തോളൂ. അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മനപ്രയാസമോ അങ്ങനെയൊന്നുമില്ല. അത്രയും സാത്വികനായിട്ട് അദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ അത് ഒക്കെ വൃത്തിയാക്കി ഇതൊക്കെ ചെയ്യൽ മാമിയുടെ ഇതാണ്. അപ്പം മാമി പറയണത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇങ്ങനെ വായിക്കുമ്പോൾ അച്ഛന് യാതൊരു മനഃശാഞ്ചല്യവും ഇല്ല, ഒരു ചിന്തയും വേറെ എവിടെയും പോവില്ല. അങ്ങനെ മാമിയുടെ അപ്പോൾ കുറേ ഭാഗം ഇങ്ങനെ അച്ഛൻ വായിക്കും, അത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം അമ്മ വായിക്കും. അങ്ങനെ 2 പേരും കൂട്ടിയിട്ടാണ് ഭാഗവതം വായിക്കുന്നത്. അപ്പോൾ മാമി ഓരോരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ചെന്നിട്ട് ഇത് ഇങ്ങനെ വായിക്കും. അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സമയത്തിനനുസരിച്ച് അയ്യോ അത് ചെയ്തില്ലല്ലോ, ഇത് കഴിഞ്ഞാൽ അത് അത്യാവശ്യമാവില്ല എന്നുള്ള ചിന്തകൾ മാമിയുടെ ഉള്ളിൽ വരും. അദ്ദേഹത്തിനെ പോലെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ, എനിക്ക് ഗൃഹജോലികൾ ബാക്കിയില്ലേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, ആരെങ്കിലും ഒരാൾ ആ ഗൃഹത്തിൽ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് പറയണത്. പക്ഷേ എവിടെയാണോ എത്ര കാലമുണ്ടോ നമ്മുടെ കർമ്മപ്രാരാബ്ധം, അതായത് ഭഗവാനെ ചിന്തിക്കാതെ കണ്ട് ലൗകികത്തിൽ മാത്രം മുങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ അനുഭവമാവില്ല. ഭഗവാന്റെ ആ മഹത്വം അല്പമെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിയണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു ഇച്ഛ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുള്ള ഓരോരോ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും. സത്സംഗത്തിന് അവസരം ഉണ്ടാക്കിത്തരും, ഭാഗവതം കേൾക്കാൻ അവസരം ഉണ്ടാക്കിത്തരും, മഹാത്മാക്കളായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കിത്തരും, തീർത്ഥാടനങ്ങൾക്ക് അവസരം ഉണ്ടാക്കിത്തരും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വേണ്ടതുപോലെ തന്നെ അതിനെ
സ്വീകരിക്കണം. അപ്പോൾ അതിനെ സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോണ സമയത്ത് നമുക്ക് ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കർമ്മപ്രാരാബ്ധങ്ങളുടെ പിടി വിടാണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടോ ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ വന്നിട്ട് നമുക്ക് അത് ശരിയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എല്ലാ കർമ്മപ്രാരബ്ധം വിട്ടൊരു ജീവനെ ഇതൊന്നും ബാധിക്കില്ല. കാരണം അപ്പം നമ്മൾ വീട്ടുജോലികൾ ചെയ്യണ്ടെന്നാണോ? എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കർമ്മത്തിൻ്റെ പ്രാരാബ്ധം ഉള്ളവരത് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും നമുക്ക് ആ കർമ്മപ്രാരാബ്ധം തീരാണ്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് തന്നെ നമ്മളെ വിട്ടുപോയിട്ട് നമ്മുടെ കർമ്മപ്രാരാബ്ധം ഒടുങ്ങി എന്ന് വിചാരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചിന്തയെ വരില്ല. അപ്പോൾ നമുക്കിതുപോലെ ആ ഭഗവാനിൽ ലയിച്ചിരുന്ന് പാരായണം ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് നടക്കും. അതിനൊരു നിയോഗം ഭഗവാനുണ്ടാവും. കാരണം ഇതുപോലെയുള്ള 2 അച്ഛനമ്മമാരുടെ ഒരു കഥ അങ്ങനെയാണ്. അവർ ആ ഭഗവാന്റെ ആദ്യമൊക്കെ ജോലിയും ഉദ്യോഗങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ അവരുടെ ഈ ആ ഒരു മഹാത്മാവിൻ്റെ പത്നി അവർക്ക് നല്ല ജോലിയായിരുന്നു, ഗവൺമെൻറ് ഉദ്യോഗം, അങ്ങനെ നല്ല ഉദ്യോഗമൊക്കെ ആയിരുന്നു. അവരത്രയും കാലം 55 വയസ്സിലങ്ങണ്ട് റിട്ടയർ ആവണം അവരെ ഉദ്യോഗത്തിൽ. അപ്പോൾ അവർക്കാണ് ആദ്യം ഇങ്ങനെ അമ്പലത്തിൽ പോവുക, വഴിപാടുകൾ കഴിക്കുക, എന്തെങ്കിലും നാമം ജപിക്കുക, അങ്ങനെയുള്ളൊരു ഇച്ഛ അവരുടെ ഉള്ളിലാണ് ഉണ്ടായത്. ആ സമയത്തൊക്കെ ഇടയിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെയ്യും. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും അവർക്ക് ഇരുന്ന് നാമം ജപിക്കാനോ സത്സംഗത്തിലിരിക്കാനോ സപ്താഹം അങ്ങനെയൊന്നും കിട്ടിയതില്ല. അവരുടെ ജോലിയുടെ പ്രാരാബ്ധം കൊണ്ട് അത്രയും എന്തോ ഒരു ജോലിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അത്രയും അങ്ങോട്ട് അറിയണില്ല കേട്ടോ. അത് മറന്നുപോയി, ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ അവരുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹം ഒരു ജോലി തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമൊക്കെ വന്ന് പിന്നെ ജോലിക്ക് പോകാൻ സാധിക്കാണ്ടായി. അപ്പോൾ അദ്ദേഹം പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലായി. പിന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് അസുഖമൊക്കെ ഒരുവിധം ഭേദമായി, ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ സാധാരണ രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ അവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ എന്നും ഈ അസുഖങ്ങളൊക്കെ വന്ന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മ പറയും അച്ഛനോട്, നമുക്ക് അവിടെ അമ്പലത്തിൽ പോവാം, അവിടെ ചെന്ന് ഇരിക്കൂ ഇത്തിരി നേരം, അപ്പോൾ സമാധാനം ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് അസുഖങ്ങൾ ഭേദമാവാത്തത്, അവിടെ ചെന്ന് ഇരുന്നാലുണ്ടാവും. അങ്ങനെ കുറച്ചൊക്കെ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങി. ഭഗവാനെ അത് ആ ഓരോന്നും വരുന്ന ആ അസുഖത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കർമ്മപ്രാരാബ്ധം അങ്ങോട്ട് ഒടുങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ ചെന്നു അമ്പലത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. പിന്നെ അവിടെ സത്സംഗങ്ങൾ ഉണ്ടാകുമ്പോൾ കേൾക്കാൻ തുടങ്ങി. ഭാഗവത സപ്താഹത്തിൽ ചെന്നിരിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും വെറുതെ അങ്ങനെ ഇരുന്നു എന്ന് മാത്രം. പിന്നെ അതിനോടൊരിഷ്ടം തോന്നിയപ്പോൾ ഭാഗവതം വാങ്ങി. അങ്ങനെ ഭാഗവതം പിന്നെ അതിനൊപ്പം വായിക്കാൻ തുടങ്ങി. പിന്നെ അതൊരു രസമായിട്ട് തുടങ്ങി അദ്ദേഹത്തിന്. അങ്ങനെ പിന്നെ എവിടെയാണോ ഭാഗവതം ഉള്ളത് അവിടേക്ക് പോവുക എന്നുള്ളതായി. അപ്പോഴേക്കും അമ്മയുടെ ആ ജോലി അതിന് ഒരു 5-8 കൊല്ലം അങ്ങനെയാണ് ആ അച്ഛൻ ജീവിച്ചത്, അസുഖമൊക്കെ മാറിയിട്ട്. അതുകൊണ്ട് അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയും റിട്ടയറായിട്ട് വീട്ടിലിരിക്കുമ്പോൾ സൗകര്യം പോലെയൊക്കെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ കാര്യങ്ങളുണ്ട്, കൊച്ചുമക്കളെ സ്കൂളിലേക്ക് വിടേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു കഴിയുമ്പോൾ ആ ഒഴിവുള്ള സമയം നോക്കിയിട്ട് അവരും അച്ഛൻ്റെ കൂടെയൊക്കെ ഇടയ്ക്കൊക്കെ പോകും അമ്പലത്തിൽ അങ്ങനെ. പക്ഷെ അവർക്ക് എപ്പോഴും ഉള്ളിൽ അങ്ങനെ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ മകന് എവിടെയോ പുറമേ എവിടേക്കും കണ്ട് അമേരിക്കയോ അങ്ങനെ ഇംഗ്ലണ്ടോ അവിടെ എവിടേക്കോ കണ്ട് നല്ല ജോലി കിട്ടി. മകളും അവർ ഒക്കെ കൂടിയിട്ട്, ഒരു മകൻ മാത്രമേ ഉണ്ടായുള്ളൂ, ആ മകനും അവരൊക്കെ കൂടിയിട്ട് അങ്ങനെ പുറത്ത് പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വരിക എന്നുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരുവിധം ജോലികളൊക്കെ ആ അമ്മയ്ക്കും ഒഴിവായിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവരും ഇതുപോലെ സത്സംഗങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അധികവും സപ്താഹങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ആഹാരങ്ങളൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. വീടടിച്ച് വാരി തുടയ്ക്കുക, വൃത്തിയാക്കുക, പൂജാമുറി ഒതുക്കുക, അത്രയൊക്കെ അവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ 2 പേർക്കും
ഇതിലൊന്നും ഈ കർമ്മങ്ങളിലൊന്നും ഇഷ്ടമില്ലാണ്ടായി. അവർക്ക് ഭഗവാന്റെ കഥകൾ കേട്ട് വായിച്ചു കൊണ്ടേയിരിക്കുക, ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ അവർക്ക് വന്നു ചേർന്നു. അങ്ങനെയുള്ളൊരവസ്ഥ വന്നു ചേർന്നപ്പോൾ അവർ ഒരു പട്ടണത്തിലൊന്നുമല്ല താമസിച്ചിരുന്ന ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു. അപ്പോൾ അവിടെ ഇവരുടെ കഥകൾ കേൾക്കുക, ഭാഗവതം വായിക്കുക. അപ്പോൾ അടുത്തുള്ളവരൊക്കെ വരും. അപ്പോൾ വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ ഇവർക്ക് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ അച്ഛനും അമ്മയ്ക്ക് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ രാവിലെ ആകുമ്പോൾ ആരെങ്കിലും വരും, വീടൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിടും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും, പൂക്കൾ കൊണ്ടുവന്ന് കൊടുക്കണം, പൂജാമുറി വൃത്തിയാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭഗവാന്റെ നിയോഗം പോലെ ഓരോരുത്തർ എത്തിച്ചേർന്നു. അത് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കർമ്മബന്ധങ്ങൾ, നമ്മുടെ ആ കർമ്മപ്രാരാബ്ധങ്ങൾ നമ്മളെ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് പിന്നെ അതിലൊക്കെ വിരക്തി വരുമ്പോൾ അത് കൂടാണ്ട് കഴിയില്ലാത്ത അവസ്ഥയിൽ ഇതാ ഈശ്വരൻ തന്നെ ഓരോരുത്തരെ അതിന് നിയോഗിക്കണം. അപ്പോൾ അങ്ങനെ അവരെയും കൂടി ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സത്തുക്കളുടെ ആ പാദസേവ ചെയ്യുമ്പോൾ അവർക്കും കൂടി ഒരു ഉദ്ധാരണമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ അടുത്തൊക്കെ ആ മഹാത്മാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഈശ്വര സേവയായിട്ടാണ്. അങ്ങനെയാണ് അവർ ആ അനവധി കാലം എല്ലാവരും വന്നിട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആരെങ്കിലുമൊക്കെ അവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പം മിതമായ ആഹാരം. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഭഗവാന്റെ തീർത്ഥമൊക്കെ സേവിച്ചിരുന്ന് ജപമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ വൈകുന്നേരം വരെ ഒന്നും കഴിക്കില്ല, വല്ല പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെ കഴിഞ്ഞ് കൂടിയിരുന്ന രണ്ട് ദമ്പതിമാരെ പറ്റിയിട്ട് ഇതുപോലെ തന്നെ ഒരു സപ്താഹവേദിയിലുള്ള സത്സംഗത്തിൽ കേട്ടതാണ് ഈ കഥ. അപ്പം മാമിയുടെ അടുത്ത് മാമി പറയുകയാണ്, എനിക്ക് ഇങ്ങനെയൊന്നും തോന്നണില്ല, എനിക്ക് അത് അവിടെ ഇടുമ്പോൾ ബുദ്ധിമുട്ടാണ്, എനിക്ക് അവിടെ അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കർമ്മപ്രാരാബ്ധം ഒടുങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് അതിലേക്ക് ശ്രദ്ധ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഉള്ള കർമ്മങ്ങൾ, ആ പ്രാരാബ്ധങ്ങൾ ഒടുങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു വേണ്ടതിനൊക്കെ ഒന്നിനും മുടക്കമില്ലാണ്ട് എല്ലാം ഈശ്വരൻ തന്നെ നേരിയാക്കി തരും എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലൊരു കഥ പറഞ്ഞിട്ടില്ലേ, ഒരു ആശ്രമത്തിൽ എന്നും അന്നദാനം കൊടുക്കണ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കഥ? അന്നദാനം കൊടുക്കണ ആശ്രമത്തിൽ അവിടുത്തെ അധികാരി വന്നിട്ട് ഇവരിതാ വെറുതെ ഇരുന്ന് നാട്ടുകാരെ മുഴുവനും അലസരാക്കുകയാണ്, നാട്ടുകാരെ മുഴുവനും മടിയന്മാരാക്കുകയാണ്, നാമം ജപിപ്പിച്ച് വെറുതെ ഭക്ഷണം കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ ആശ്രമത്തിലേക്ക് ആരും ഒരു സഹായവും ചെയ്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഒന്നും കൊടുക്കാണ്ടിരുന്നു. എന്നിട്ട് എങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, ഈശ്വരൻ ഉണ്ടെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, നാമം ജപിച്ചാൽ ചോറ് കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരും കൊണ്ടുവരാണ്ടിരിക്കാനായിട്ട് അവിടെ അതിന് കാവലൊക്കെ ആളെ നിർത്തി. ആരെങ്കിലും ഒരാൾ കൊടുത്താൽ അവർക്കെതിരെ ശിക്ഷ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടത്, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറയണമെന്നുള്ള ഓർമ്മ കിട്ടാൻ. അടുത്ത ഗ്രാമത്തിലുള്ള ഒരു ദമ്പതിമാർ അവർക്ക് അവരുടെ മകളുടെ വിവാഹം കഴിയണില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജപിക്കാൻ വന്നിരുന്നു. അപ്പം അങ്ങനെ ജപിച്ച് പോയപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ചു, വേഗം വിവാഹമൊക്കെ കഴിയും, എന്നും നാമം ജപിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പോൾ അവരുടെ വിവാഹം ശരിയായിട്ട് ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അവർ അത്രയും ധനികരായിരുന്നു. അവർ ധാരാളം സദ്യവട്ടങ്ങൾ, ആ വിവാഹ ദിവസം സദ്യവട്ടങ്ങൾ ആ വധൂവരന്മാരോടൊപ്പം അച്ഛനമ്മമാർ വന്നിട്ട് ഇവിടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വിഭവസമ്മതമായി സദ്യ നൽകി. അപ്പോൾ പുറമെ അവിടെ നിന്ന് ആ അയൽഗ്രാമത്തിൽ നിന്ന് ഇതിപ്പോൾ ആരും പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. അവിടെ നോക്കി നിന്നവർ പോലും അത്ഭുതപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനെ എതിർത്ത അധികാരി വന്ന് കാലിക്കൽ വീണ് സംസ്ഥാപരാധമൊക്കെ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു, ഇത് ഇവിടെ ആ അന്നദാനം തുടങ്ങിയത് ആരായ ഭഗവാനാണ്, ഭഗവാന്റെ ഒരു ഇച്ഛയാണ്, ഭഗവാൻ ചെയ്യുന്നൊരു സേവയാണ് ഭക്തന്മാർക്ക് അന്നപ്രസാദം കൊടുക്കുക എന്നുള്ളത്. അത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, ഭഗവാൻ നിർത്തിവെച്ചു. വേണമെന്ന് വെച്ചാൽ വേണം. അതിലൊന്നും അയ്യോ ഒരു ആവലാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ അദ്ദേഹത്തിനുള്ളൂ. ആ സ്വാമിയുടെ കാൽക്കൽ എല്ലാവരും വീണ സ്വാമിജിയെ നമസ്കരിച്ചു എന്ന് പറയണം. അപ്പോൾ നാമജപത്തിൻ്റെ മഹത്വമൊക്കെ
അങ്ങനെ പറയണം. അങ്ങനെ ധാരാളം അനുഭവങ്ങളെ ഞങ്ങൾ ഇന്നലെയൊക്കെ അത് പങ്കുവച്ചതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാന്റെ ആ കൃപാ കടാക്ഷത്തിൻ്റെയാണ്. അപ്പോൾ എത്ര കേട്ടാലും മതിയാവില്ല ഭഗവാന്റെ കഥകൾ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഇനിയും കഥ പറയൂ, ഇനിയും കഥ പറയൂ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ നശിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ പലരും പറയണേക്കാം, എനിക്കത് കേൾക്കാൻ പറ്റിയില്ല, എനിക്കിത് കേൾക്കാൻ പറ്റിയില്ല, നേരം കിട്ടിയില്ല, അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ദിവസം നമ്മൾ കേൾക്കേണ്ട, നാളെ കേൾക്കാം. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത്. ഒരു സത്സംഗം കേട്ടിട്ട് ഇന്ന് ഇനിയിപ്പോൾ വേണ്ട, നാളെ സ്വസ്ഥമായിട്ട് കേൾക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ അത് കേൾക്കേയില്ല. അതവിടെ ഇങ്ങനെ ഇരിക്കും, പിന്നെ അത് കേൾക്കേയില്ല. അത് നാളത്തേക്ക് നീട്ടി വെച്ചാൽ ഒരു കാര്യവും നടക്കണില്ല എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. കേൾക്കാൻ പറ്റുമ്പോഴൊക്കെ കേൾക്കുക. അപ്പോൾ ഈ യാത്രയിൽ പോയപ്പോൾ അവിടെ ലൈവായിട്ട് സപ്താഹം നടക്കണ്ടായിരുന്നു. പക്ഷേ യാത്രയിലൊന്നും അത് കേൾക്കാൻ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് കേൾക്കാം എന്നൊക്കെ വിചാരിച്ച് ഇന്നേ വരെ അത് കേൾക്കാൻ സ്ഥലമായിട്ടില്ല. അത്രയും കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭഗവാൻ നമുക്ക് എപ്പോഴാണോ പ്രസാദം തന്നെ അപ്പം അതിനെ സ്വീകരിക്കണം. നാളേക്ക് പിന്നെ ആവാമെന്ന് വിചാരിച്ചാൽ അതൊരു പക്ഷെ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പലരും പറയണേക്കാം, ഞാനതൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കുന്നു. സ്വസ്ഥമായാലല്ലേ, സ്വസ്ഥ ഉണ്ടാവാനാണ് ഇതൊക്കെ കേൾക്കണേ, സ്വസ്ഥത കിട്ടാനാണ് അതൊക്കെ കേൾക്കണേ. അതുപോലെ പലരും പറയണേക്കാം, ഞാൻ ജോലി ചെയ്യുമ്പോൾ ചെവിയിൽ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടേ ജോലി ചെയ്യാം. അപ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ ജോലി ചെയ്യാൻ. ഈ സത്സംഗത്തിൽ സപ്താഹവേദിയിൽ ഇരുന്നിട്ട് ഇരിക്കണ അതേ ഫീലിംഗ് ഉണ്ടോ. പക്ഷേ എൻ്റെ എല്ലാ ജോലികളും മറ്റുള്ള ദിവസത്തേക്കാളും കൂടുതലും കൃത്യനിഷ്ഠയോടുകൂടി വ്യക്തതയോട് കൂടിയിട്ടും തീർന്നിട്ടുണ്ടാവും. എനിക്കൊരുപാട് സന്തോഷമാണ്. ആ സമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ക്ഷീണമോ മറ്റത് വരുമ്പോഴേക്കും ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ ഈ സത്സംഗം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് അങ്ങനെ ഇല്ല അമ്മ എന്ന് ധാരാളം പേര് നമ്മളോട് അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാളേക്ക് നീട്ടി വയ്ക്കണ്ട. നമ്മൾ ഇന്നു ചെയ്യേണ്ടതിന്നു, നാളെ ചെയ്യേണ്ടതിന്നു താൻ ചെയ്യണം, ഇന്നു ചെയ്യേണ്ടതിപ്പോഴേ ചെയ്യണം, മാത്രയ്ക്കുള്ളിൽ പ്രളയം വരെ വരാം, ഓർത്തുകാലം കഴിക്ക നീ. പറയാണ് കാലം എപ്പോഴാണെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നാളെ ആവാം എന്ന് പറഞ്ഞാൽ നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ആ നാളേക്ക് നീട്ടിവെച്ച ഒരു കാര്യം കൊണ്ട് നമുക്കൊരു ജന്മം മുഴുവനും പിന്നെ അനുഭവിക്കേണ്ടി വന്നേക്കാം. അപ്പം അതുകൊണ്ടാണ് പറയണത്, സത്സംഗങ്ങളൊക്കെ എപ്പോഴാണോ അനുഭവം ആവേണ്ടത് അപ്പോഴാവുക. ജപിക്കാൻ എപ്പോഴാണോ. ഇപ്പോൾ നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു കാര്യം നമുക്ക് അനുഭവമാക്കി തന്നു ഈശ്വരൻ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ ആ ഈശ്വരൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനെ നമ്മൾ ഇല്ലാണ്ടാക്കിയാൽ, കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നാമജപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, നാമജപത്തിൻ്റെ കാര്യം മാല ജപിക്കണ കാര്യം. അപ്പം ഞാൻ പറയാണ്, അവിടെ കൊണ്ടുവന്നിട്ട് ആ മാല കയ്യിൽ തന്ന് നമ്മളോട് ജപിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മം തന്നെയാണ്. അപ്പോൾ ആ മാല ജപിക്കുക തന്നെ വേണം നമ്മൾ. അപ്പോൾ അത് ഈശ്വരനാണ് നമ്മളെ ഏൽപ്പിച്ചത്. അതിനിപ്പോൾ ദീക്ഷ വാങ്ങണമെന്നോ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. നാമം ജപിക്കാതൊന്നും വേണ്ട. പക്ഷെ മാലയിൽ നാമം ജപിക്കുമ്പോൾ അതിനൊരു പവറുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിലർ മാല ജപിക്കണമെന്ന് വന്ന് ഞാനും മാലയിൽ അങ്ങനെ പോകുന്നുണ്ടാവും. അതുപോലെ അല്ലാതെ കണ്ട് യാദൃശ്ചികമായിട്ട് നമ്മുടെ അടുത്ത് ഇതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മളതിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കർമ്മപ്രാരബ്ധങ്ങൾ തീരാനാവേ. അതിനെ ഉപേക്ഷിക്കാണ്ട് അത് ജപിക്കുക. പലരുടെയും കയ്യിൽ പലരും ഏതെങ്കിലും വിധത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അല്ലെങ്കിലേ നാമം ജപിക്കില്ല, പിന്നെ ഇതിനാ മാല ജപിക്കണേ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെയല്ല. ഇത് കൂടുതലും അതിനൊരു പവറുണ്ട്. അനുഭവം കൊണ്ട് പറയുക, കൂടുതൽ പവറുണ്ട് ആ ജപത്തിന്. അത് വേണ്ടതുപോലെ നിഷ്ഠയോട് കൂടിയിട്ട് അവരവിടെ നിന്ന് കാണിച്ചു തന്നു. ഒരു മുത്തുമണി ഇങ്ങനെ നിൽക്കണ അതിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ജപിച്ച് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ആ മുത്തിനോടെത്തുമ്പോൾ ആ മാല അതേ മുത്തുമ്പൊന്ന് തന്നെ തിരിച്ച് തുടങ്ങണം. മാല തിരിക്കണം, അത് ക്രോസ് ചെയ്ത് പോകരുതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നിട്ടാണ് നമുക്ക് ജപിക്കാനൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്ത് ഒരാളങ്ങനെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ
അത് നമുക്ക് ജപിക്കുക എന്നുള്ളത് ഈശ്വരൻ നമുക്ക് തന്ന ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഭവരോഗത്തിനുള്ള ഔഷധം ഭഗവാൻ തന്നതാണ്. ഡോക്ടർ മരുന്ന് തന്നിട്ട് അത് വേണ്ടതുപോലെ കഴിച്ചില്ല എന്ന് വെച്ചാൽ പിന്നെ പ്രയോജനപ്പെടുമോ? രോഗം മാറുമോ? ഹരേ ഗുരുവായൂരപ്പ. ഭഗവാൻ ജ്യേഷ്ഠനോടൊപ്പം ദ്വാരകാ രാജധാനിയിൽ വാണിയിടുമൊരു കാലത്തെ കഥ മറ്റൊന്നു ചൊല്ലിടം. സൂര്യഗ്രഹണമക്കാലം മാഘമാസത്തിലെത്രയും അസാധാരണമായൊന്നുണ്ടെന്നറിഞ്ഞു സമസ്തരും സമന്തപഞ്ചകത്തിങ്കൽ തീർത്ഥാസ്നാനാദി ചെയ്യുവാൻ അണഞ്ഞു പണ്ടവിടമാം ശ്രീമാനം ഭൃഗുനന്ദനം. ദുഷ്ടക്ഷത്രിയ രക്തം കൊണ്ടഞ്ചു തീർത്ഥങ്ങൾ തീർത്തതും കർമ്മബന്ധം തനിക്കെന്നും ഇല്ലെന്നാലും മഹാപ്രഭു ലോകത്തിൻ നന്മയാശിച്ചു യജ്ഞകർമ്മങ്ങൾ ചെയ്തതും വന്നിട്ടുണ്ടിവിടം മിക്ക ഭാരതീയ ജനങ്ങളും. അപ്പം അങ്ങനെ ഒരു മഹത്തായിട്ടുള്ള സൂര്യഗ്രഹണം നടക്കുകയാണ് മാഘമാസത്തിൽ. ആ സൂര്യഗ്രഹണം അത്രയും അത്ഭുതമായിട്ടുള്ള സൂര്യഗ്രഹണമാണെന്ന്. അപ്പോൾ ആ സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് എല്ലാവരും ആ സമന്തപഞ്ചകത്തിൻ്റെ അവിടെ തീർത്ഥസ്നാനാദികൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ പരശുരാമൻ ആ ദുഷ്ടനായിട്ടുള്ള ക്ഷത്രിയരെ വധിച്ചിട്ട് അവർക്ക് ആ രക്തം കൊണ്ട് 5 തീർത്ഥങ്ങൾ ഉണ്ടാക്കി എന്ന് പറയണം. കർമ്മബന്ധം ഇല്ലെങ്കിലും അദ്ദേഹം ആ ലോകത്തിന് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ യജ്ഞകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് മഹത്തായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ. എല്ലാവരും ആ സമന്തപഞ്ചകത്തിൽ വന്ന് സ്നാനം ചെയ്യാറുണ്ട്, അവരുടെ പാപകർമ്മങ്ങളൊക്കെ ഒടുങ്ങിയിട്ട് പരിശുദ്ധാവാൻ വേണ്ടിയിട്ട്. യദുമുഖ്യരുമാ അക്രൂരൻ കൃഷ്ണനും വസുദേവരും ഉഗ്രസേനനും ഉത്സാഹം പുണ്ടണഞ്ഞു നൃപോത്തമ. ദ്വാരകാ നഗരം കാത്തു രക്ഷിച്ചവിടെ വാഴുവാൻ ചാരുചന്ദ്രൻ തുടർന്നുള്ള 4-5 ആളുകൾ മാത്രമാം. ആ ദ്വാരകയെ കാത്തു രക്ഷിക്കാൻ 3-4 പേര് മാത്രം അവിടെ നിന്ന് ബാക്കി എല്ലാവരും ഈ സമന്തപഞ്ചകത്തിലേക്ക് യാത്രയായി തീർത്ഥാടനത്തിന്. സ്വർണനാഗപ്രതിമയും കോടി വസ്ത്രവും ആവിധം മറ്റും പുരോഹിതന്മാർക്കു ദാനം ചെയ്തു വിശപ്പെടും. ഗ്രഹണം തീർന്നില്ലെന്നളവിൽ തന്നെ വൃഷ്ണികൾ കുളിച്ചാവോളം വേഗം ഏവർക്കും നൽകി ഭക്ഷണം. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഗ്രഹണ സമയത്ത് ചെന്നിട്ട് ആ സ്വർണ്ണനാഗപ്രതിമയും വസ്ത്രങ്ങളൊക്കെ പുരോഹിതന്മാർക്കൊക്കെ ദാനം ചെയ്തിട്ട് ആ ഗ്രഹണം കഴിഞ്ഞപ്പോൾ തീർന്നപ്പോൾ ആ സമയത്ത് അവിടെ സമന്തപഞ്ചകത്തിൽ കുളിച്ചിട്ട് എല്ലാവർക്കും അതുവരെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഗ്രഹണം തുടങ്ങിയാൽ പിന്നെ ഭക്ഷണം കഴിക്കരുതെന്നൊക്കെയാണ് പറയാം. ശരിക്കും പറയേണ്ടത് അന്തരീക്ഷത്തിലെ ആ ഒരു സമയത്ത് വിഷാംശം വർദ്ധിച്ചിരിക്കും അത്രേ. അപ്പോൾ ഈ കഥയിലോട് പറയേണ്ടതല്ല, ശരിക്കും പറയേണ്ടത് ആ സമയത്ത് വിഷാംശം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ പറഞ്ഞാൽ പരിഹസിക്കും പലരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാവൂ. നമ്മളുടെ വീട്ടിലൊക്കെ ഗ്രഹണ സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭക്ഷണം അന്ന് ഗ്രഹണം ഉണ്ടെന്ന് അറിഞ്ഞാൽ, സൂര്യഗ്രഹണമായാലും എന്ത് ഗ്രഹണമായാലും ഗ്രഹണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗ്രഹണം തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാം ബാക്കി വയ്ക്കില്ല ഭക്ഷണമൊന്നും. അതൊക്കെ എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ച വീട് ഒക്കെ അടിച്ചു വാരി തുടച്ച് ശുദ്ധാക്കിയിട്ട് ആ വീട് അടച്ച് പുറത്ത് വന്ന് നിൽക്കും എല്ലാവരും, വീടിൻ്റെ ഉള്ളിലിരിക്കില്ല. അതല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, വീടടച്ച് അതിൻ്റെ ഉള്ളിൽ വിളക്ക് കൊളിച്ച് വെച്ചിരുന്ന് നാമം ചെല്ലും. ആ ഗ്രഹണം കഴിയണവരെ പുറത്തേക്ക് കിടക്കില്ല, രണ്ടാലൊന്നും ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഗ്രഹണം കഴിഞ്ഞാൽ പോയി കുളിച്ച് വന്ന് ശുദ്ധമായെല്ലാം മുക്കി കുളിച്ച് വന്ന് ശുദ്ധമായിട്ട് വന്ന് ശരിക്കും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്ക്. ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളണേക്കാളും നമുക്കതൊക്കെ ഒരു ആഘോഷമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഗ്രഹണം വരിക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ആഘോഷം പോലെ, ഒരു ഉത്സവം പോലെയുള്ളൊരു ഭാവമായിരുന്നു മനസ്സിലതൊക്കെ. ഓരോന്നും അങ്ങനെ ഇപ്പോഴും അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ അറിയണ പോലുമില്ല എന്നാ ഗ്രഹണം, എന്നാ ചന്ദ്രഗ്രഹണം, എന്നാ സൂര്യഗ്രഹണം എന്ന്. അന്നൊക്കെ അതെല്ലാം ആചരിച്ചിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് കുളിച്ച് വന്ന് ശുദ്ധമായി വന്ന് നാമം ജപിച്ചതിന് ശേഷം ആണ് അടുപ്പൊക്കെ ചാണകത്തൊക്കെ തേച്ച് മെഴുകിയിട്ടുണ്ടാവും. വീണ്ടും തീ പൂട്ടിയിട്ട്
കത്തിച്ചിട്ട് അത് കഴിഞ്ഞ് കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റൊരു പരിഷ്കാരം വന്നു. എന്ത് ചെയ്തു? ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. നേരത്തെ ഉണ്ടാക്കിയിട്ട് അത് നല്ലോണം അടച്ച് ഭദ്രാക്കിയിട്ട് വലിയൊരു പാത്രം കൊണ്ട് മൂടിയിടും. കാരണം ആ ഗ്രഹണത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഏൽക്കാണ്ടിരിക്കാൻ. അങ്ങനെ ചെയ്തിട്ട് പിന്നെ കുളി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ വീണ്ടും ആഹാരം ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ലാഭം കാണുന്നു. അങ്ങനെ ഓരോ കാലം ചെല്ലുന്തോറും വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. അപ്പം അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ അതൊക്കെ ഓർമ്മ വന്നപ്പോൾ പറയാണ് കേട്ടോ. പിറ്റേന്ന് കൃഷ്ണപാദാബ്ജപ്രേമമുള്ളിലുറയ്ക്കുവാൻ സർവർക്കുമേകി മൃഷ്ടാന്നഭോജനം വിധിപൂർവകം വിശ്രമിച്ചു മരച്ചോട്ടിൽ. എങ്ങെങ്ങും പുണ്യശാലികൾ കോസലം, കേകയം, കാശി, കുണ്ടിനം, കുരു, സഞ്ജയം, കാംബോജം, ദ്രാവിഡം, കർണാടകം, കേരളമാവിധം പല നാട്ടിലെഴുന്നോരും ഒത്തുചേർന്നു പരസ്പരം ചോദിച്ചു കുശലം തമ്മിൽ. ഓരോരാംഗ്യങ്ങൾ കാട്ടിയും പെണ്ണുങ്ങളൊരിടം കൂടിച്ചേർന്നാണ് ആണുങ്ങൾ മറ്റിടം. വസുദേവനെയും മറ്റും കണ്ടുടൻ കുന്തിയോതിനാൾ വലിയേട്ടനുമെല്ലാരും മറന്നാരെന്നെ നിശ്ചയം. തെറ്റല്ല ദൈവം കൈവിട്ടുള്ളോരെ വല്ലോരും ഓർക്കുമോ? ചൊല്ലിനാൻ വസുദേവൻ, നീ അമ്മട്ടോതായികൊരിക്കലും ദൈവത്തിൻ്റെ കളിപ്പാവകളല്ലയോ മഞ്ഞിലേവരും. ഞങ്ങളും കംസനെ പേടിച്ചെത്രയോ മാകിയില്ലയോ. അങ്ങനെ പരസ്പരം പരിഭവമൊക്കെ പറയണം. അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും വന്നു ആൾക്കാർക്ക്. അപ്പം അന്നദാനം ഭഗവാനിൽ പ്രേമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അന്നദാനമൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും വിശ്രമിക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തിന് കോസലം, കേകയം, കാശി, കുണ്ടിനം, കുരുക്ഷേത്രം, കാംബോജം, ദ്രാവിഡം, കർണാടകം, കേരളം തുടങ്ങിയിട്ട് എല്ലാ ദിക്കിൽ നിന്നും ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പല ദിക്കിലും പല ഭാഷകളാണ് സംസാരിക്കുക. എങ്കിലും അവർ അംഗ്യം കൊണ്ടൊക്കെ എവിടുന്നാണ് വരണേ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണു. ആണുങ്ങളെല്ലാം ഒരു ഭാഗത്ത് കൂടണു, പെണ്ണുങ്ങളെല്ലാം ഒരു ഭാഗത്ത് കൂടണു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വസുദേവരെയും ദേവകിയും കണ്ട്. അപ്പോൾ കുന്തി വേഗം അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഏട്ടൻ എന്നെ മറന്നുല്ലേ, എന്നെയൊന്നും ഓർമ്മയില്ലല്ലോ. അല്ലെങ്കിലും കഷ്ടകാലത്തിൽ ദൈവത്തിന് പോലും കൈവിട്ട ആൾക്കാരെ മനുഷ്യന്മാർക്ക് ഓർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് പരിഭവം പറയാണ് കാണാത്തതിൻ്റെ. അപ്പോൾ അങ്ങനെയൊന്നും പറയരുത്, നമ്മളൊക്കെ ദൈവത്തിൻ്റെ കളിപ്പാവകളാണ്, ഞാനും ഒരുപാട് ദുഃഖിച്ചില്ലേ, എത്ര കാലം കാരാഗ്രഹത്തിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ ആ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം പരസ്പരം പങ്കുവയ്ക്കുകയാണ്. കേട്ടിട്ടുണ്ടാകും അനുജത്തിയും സംഭവമൊക്കെയും ഭഗവൽ കൃപയാൽ ഈ ആർന്നത് ഈയിട മാത്രമാം. യദുക്കളാൽ പൂജിതരായേറെ മോദിച്ചു സർവരും. ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, പാർത്ഥൻ, വിതുരൻ, കുന്തി, സഞ്ജയൻ, മൈഥിലൻ, ദ്രുപദൻ, മാദ്രാധിപൻ, ഭീഷ്മകനീവിധം തീർത്ഥസ്നാനത്തിനവിടം വന്നുള്ളോർ മിക്ക പേർകളും. പാഞ്ചാലി മുമ്പാം പെൺതയ്യൽമാരും കാർമുകിൽ വർണ്ണനെ വൈദർഭി മുമ്പായവരോടൊപ്പം മേവും മുകുന്ദനെ ചെന്നു കണ്ടു ഉള്ളിൽ ആനന്ദം പൂണ്ടു വാഴ്ത്തിയ ദുക്കളെ. നിങ്ങൾ തൻ ജന്മമേ ധന്യം, അരികിൽ തന്നെ എപ്പോഴും കാണാം കൺകൊണ്ടു താൻ യോഗീധ്യേയനാം അംബുജാക്ഷനെ. ആദൻ പാദോദക ഗംഗാ തിരുവായി മൊഴിവേദവും രണ്ടും വിശുദ്ധി നൽകുന്നു ലോകത്തിനേതു കാലവും. സർവശാസ്ത്രങ്ങളും കൊണ്ടാടിയിടും തൻ പുണ്യകീർത്തിയോ. അപ്പം അങ്ങനെ ഓരോരുത്തരും ആ ഭഗവാനെ വന്ന് കണ്ട് നമസ്കരിച്ച് പൂജിച്ചൊക്കെ കഴിയണു. എന്നിട്ട് ഓരോരുത്തരും വന്നിട്ട് പറയാണ്, ആ യദുക്കളോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ കുലം തന്നെ പുണ്യമായി, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾക്ക് എപ്പോഴും കൃഷ്ണനെ കാണാൻ സാധിക്കുമല്ലോ. ആ ഭഗവാന്റെ ആ പാദഗംഗയാണ്. ആ പാദഗംഗ പിന്നെ ആ വാക്കുകൾ, ഭഗവാന്റെ നോട്ടം, ഭഗവാന്റെ ആ ഓരോ വാക്കുകൾ എല്ലാം ആസ്വദിക്കാൻ, പുഞ്ചിരിയൊക്കെ ആസ്വദിക്കാനൊക്കെ സാധിക്കണില്ലേ, നിങ്ങളത് പുണ്യല്ലേ എന്നെല്ലാം യദുക്കളെ വാഴ്ത്തുന്നു എല്ലാവരും. കാലം അതിലും മീതയാം കാതും കുളിർപ്പതുമല്ലയോ. കാലം കൊണ്ടിരുളും ഭൂമി വീണ്ടും വീണ്ടും രസിപ്പതോ. ഇതേ തൃച്ചരണാംബോജസ്പർശത്താൽ മാത്രമല്ലയോ. ഈ വണ്ണം പലരും കൃഷ്ണവാർത്ത കൊണ്ടുല്ലസിക്കയാം. പേരെന്തിടും
തിങ്കൽ നിന്നെന്താരും വന്നിടായതെന്നമ്പുജാക്ഷൻ കൂറോടും തൻ മുമ്പിൽ വന്നൊത്തുചേരും 100ഓളം പേരോട് ചോദിച്ച മന്ദം. അപ്പോൾ ദാ എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാ രാജ്യത്തിലും വന്നിട്ടുണ്ട്. ഓരോരുത്തരും വന്ന് നമസ്കരിക്കണു, ഭഗവാന്റെ മഹത്വം പറയണു, ആ പാദത്തിൻ്റെ മഹത്വം പറയണു. അപ്പം കൃഷ്ണൻ ചോദിച്ചു, അല്ല ആ ഗോകുലത്തിൽ നിന്ന് ആരും ഇവിടെ വന്നില്ല, ആരെയും കണ്ടില്ലല്ലോ, ആരെയും കാണാനില്ലോ, ഗോകുലത്തിന് വല്ലവരും വന്നിട്ടുണ്ടോ, ഗോകുലത്തിൽ നിന്ന് വല്ലവരും ഓരോരുത്തരോടും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അവരെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവിടെയോ തീർത്ഥയാത്രയ്ക്കൊരുങ്ങിക്കൊണ്ടോതിനൻ ഗോകുലാധിപൻ യശോദ മുൻപായവരോട് ഉള്ളിൽ ഉത്സാഹവായ്പടും പല മഹാത്മാക്കളെയും കണ്ടു വന്ദിച്ചു പോന്നിടാം ഉത്സവം പോലെയാം പോലും ഉര ചെയ്യുന്നു സർവരും. ഗോപീജനം ചൊല്ലിയുടൻ കണ്ണീർ പൂണ്ടു യശോദയും ഞങ്ങൾക്കെന്തുത്സവം മഞ്ഞിൽ ഇനിയോർക്കിൽ മഹാമതേ കാർവർണ്ണൻ വാണകാലത്തു 10-12 വത്സരം എന്നും മഹോത്സവം ഞങ്ങൾ അതൊന്നാകെ കഴിഞ്ഞുപോയി. കൃഷ്ണനെ കണ്ട കൺകൊണ്ടേ എന്തിനു മറ്റൊന്നു കാണുവാൻ കൺകളും മെല്ലെയൊപ്പിക്കൊണ്ടോതിനാൻ ഗോകുലാധിപൻ. അപ്പം പറഞ്ഞു തീർത്ഥയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നന്ദഗോപുരം അവിടെ ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞു ആ ഗോപികമാരോടും യശോദയോടെ പറഞ്ഞു, വരൂ എല്ലാവരും ഒരുങ്ങിക്കോളൂ, നമുക്ക് എല്ലാവർക്കും പോവാം, ധാരാളം മഹാത്മാക്കൾ വരും, അവരൊക്കെ നമുക്ക് നമസ്കരിക്കാം. പിന്നെ ഇത് ഒരു ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് ഈ ഒരു സൂര്യഗ്രഹണം. അത് അത്രയും മഹത്തായ ഒരു സൂര്യഗ്രഹണമാണ്. അപ്പോൾ പല കാഴ്ചകളും കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോപികമാരും അത് കേട്ട വഴി ആ കണ്ണും നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി, ഗോപികമാരുടെയും യശോദയുടെയൊക്കെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി എന്ത് ഉത്സവമുള്ള ഈ ലോകത്തിൽ, ഞങ്ങൾക്ക് എന്ത് കണ്ടാലും ഞങ്ങൾക്കത് ഉത്സവമല്ല, ഞങ്ങൾക്ക് ഉത്സവം ഉണ്ടായിരുന്നു പണ്ട്. ആ കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായ ആ 12 വർഷക്കാലം ഞങ്ങൾക്ക് നിത്യോത്സവമായിരുന്നു. അത് എല്ലാം ആ ഉത്സവം എല്ലാം കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഒന്നുമില്ല, എല്ലാ ഉത്സവവും ഞങ്ങളുടെ കഴിഞ്ഞു. ആ കൃഷ്ണനെ കണ്ട് ഇരിക്കാൻ സാധിക്കുന്നേക്കാളും വലിയ ഉത്സവം എന്താ ഉള്ളത്? അതില്ലാണ്ടായതോടുകൂടിയിട്ട് ഞങ്ങളുടെ ഉത്സവമൊന്നും ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദഗോപുരം പതുക്കെ തൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാണ്ട് ഒപ്പിക്കൊണ്ട് ആ ഗദ്ഗതത്തോടു കൂടി പറഞ്ഞു, ഞാൻ പോവതായോർത്താണു നമ്മൾ തൻ കൃഷ്ണനും ഞാൻ പോവതായി അതോർത്താണു നമ്മൾ തൻ കൃഷ്ണനും വരും വാർകൊണ്ടൽ വർണ്ണൻ വന്നിടും എന്നു കേൾക്കേണ്ട താമസം ചമഞ്ഞിറങ്ങിയുൾ പൂവിൽ ഉത്സാഹം കൊണ്ടു സർവരും ഉണ്ണി തന്നരികിൽ തന്നെ വാഴ്വാനുള്ളിലുറപ്പവൻ. അപ്പോൾ അതാ പറഞ്ഞു, ഞാനും പോണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ എന്തിനാ പോണ്ടേന്നറിയോ? എല്ലാവരും വരുമ്പോൾ അവിടെ കൃഷ്ണനും വരില്ലേ, അപ്പോൾ നമുക്ക് കൃഷ്ണനെ ഒരു നോക്ക് കണ്ടൂടെ, അതിന് വേണ്ടിയിട്ടാണ് പോണത് എന്ന് പറഞ്ഞപ്പോഴേക്കും കൃഷ്ണൻ വരും എന്ന് കേട്ടതോടുകൂടി പിന്നെ ബാക്കിയൊന്നും കേൾക്കാൻ നിന്നില്ല. ഗോപികമാരും യശോദയും പോയി ഒരുങ്ങി ഇറങ്ങി ഓടി വരണു. അമ്പാർന്നു വണ്ടിയിൽ കയറ്റി അണഞ്ഞൻ ഗോകുലാധിപൻ വസുദേവൻ നന്ദനെ കണ്ടത്രയും പ്രീതിപൂർവകം പുണർന്നാൻ കൃഷ്ണനെ കാത്തു പോന്നതും മറ്റുമോർപ്പവൻ. യശോദയും നന്ദനനും തൻ പൈതങ്ങളെ അലിഞ്ഞുടൻ ബാഷ്പാകുലരായി പുളകാഞ്ചിതഗാത്രരായി പ്രേമഗദ്ഗത കണ്ഠന്മാരായി ആ മട്ടിലേവരും ആർക്കാർക്കുമൊന്നും അന്യോന്യം മിണ്ടാൻ വയ്യാതിരിക്കവേ കൃഷ്ണനും രാമനും നന്ദ യശോദാചരണങ്ങളിൽ അഭിവാദ്യം ചെയ്തു നമസ്കരിക്ക് ഇരുപേരെയും എടുത്തു മടിയിൽ കയറ്റിയിരുത്തിയത് വര്യരേ. അതാ അവിടെ ചെന്ന് അങ്ങനെയും പറഞ്ഞു പോയി. പിന്നെന്ത് ചെയ്തു? നറുവെണ്ണ ഒരു വരി വിട്ടുപോയി. നറും തൂവെണ്ണ നാരങ്ങ പഴക്കുലയുമാവിധം മുന്തിരിയും മറ്റും നളിനാക്ഷന് നൽകുവാൻ എല്ലാ സാധനങ്ങളും നന്ദഗോപുരം പോകണ്ടെന്ന് പറഞ്ഞു. അണ്ണൻ അവിടെ വരുന്നു. യശോദയും ഗോപികമാരും എന്നും നല്ല പുതുവെണ്ണ ഉണ്ടാക്കി വയ്ക്കും, തൈരുണ്ടാക്കി വയ്ക്കും, പലഹാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. കൃഷ്ണൻ ഇന്ന് വരും കാത്തിരിക്കും. അപ്പോൾ അത് കാരണം എന്നും കൃഷ്ണനുള്ളത് അവർ കരുതി വയ്ക്കും. രാത്രി എപ്പോഴെങ്കിലും കയറി വരുന്നു. എന്നിട്ട് കണ്ണൻ പറയാണ്, എനിക്ക് വിശക്കണു, എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായാലോ. അപ്പം അത് കാരണം ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങളിൽ എപ്പോഴും കൃഷ്ണന് വേണ്ട
ആഹാരം കരുതി വെക്കുകയായിരുന്നു. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണനായിട്ട് കരുതിയ ആഹാരം മുഴുവനും എടുത്തിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് എല്ലാവരും കൂടി വന്നു. അങ്ങനെ വസുദേവരെ നന്ദൻ അങ്ങോട്ട് കണ്ട വഴി വസുദേവരെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് 12 വർഷക്കാലം തൻ്റെ 2 ഉണ്ണികളെയും കാത്തു പോറ്റി വളർത്തിയതല്ലേ സ്നേഹത്തോട് കൂടിയിട്ടെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അത്രയും സംഗതാണ്. ആ ഒരു ആനന്ദവും എന്താ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ കെട്ടിപ്പിടിക്കുകയാണ്. യശോദയും അതുപോലെ ദേവകിയും തമ്മിൽ കെട്ടിപ്പുണരണോ എപ്പോഴും പരസ്പരം ആ യശോദ തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു രക്ഷിച്ച യശോദയോടുള്ള സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഭാഗ്യവതിയായില്ലേ, ആ ഉണ്ണികളെ അമ്മയാവാൻ ഭാഗ്യം കിട്ടിയില്ലേ, ഇനിതാ ഉണ്ണികളെ നിത്യവും ജീവിതകാലം മുഴുവൻ കാണാനുള്ള ഭാഗ്യം നിനക്കല്ലേ എന്നൊക്കെ ആ ദേവകിയെ പറ്റി ആലോചിച്ചുകൊണ്ട് യശോദയും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റണില്ല. എല്ലാവരുടെ ഉള്ളിലും കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെയായിരുന്നു ദേവകിക്ക് ചോദിക്കണം എന്നുണ്ട്. ആ കൃഷ്ണൻ എന്തൊക്കെ വികൃതികൾ ആ ചെറുപ്പത്തിൽ കാണിച്ച് എങ്ങനെയായിരുന്നു, വാശിയുണ്ടായിരുന്നു, എങ്ങനെയാണെന്നുള്ള ആ കളികൾ എന്തായിരുന്നു, ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പറയാൻ ദേവകിക്ക് യശോദയോട് ചോദിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ യശോദയ്ക്ക് ദേവകിയോടും ചോദിക്കണമെന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ എങ്ങനെയുണ്ട്, വലുതായോ, ഞങ്ങളെ അന്വേഷിക്കാറുണ്ടോ, സന്തോഷമായിട്ടിരിക്കണോ, ഇപ്പോഴും ആ പണ്ടത്തെ പോലെ പാലിനും വെണ്ണയ്ക്കൊക്കെ വേണ്ടി കൊതിയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വൃന്ദാവനത്തെ പറ്റി പറയാറുണ്ടോ, ഞങ്ങളെപ്പറ്റി പറയാറുണ്ടോ, പശുക്കളുടെ ഓരോന്നും ഇങ്ങോട്ടും ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ വസുദേവർക്കും നന്ദഗോപർക്കും ചോദിക്കുന്നുണ്ട്. ആർക്കും ഒന്നും മിണ്ടാൻ പറ്റണില്ല. ഗദ്ഗതം കൊണ്ട് കൃഷ്ണൻ അങ്ങോട്ട് നിറഞ്ഞിട്ട്, പ്രേമമായിട്ട് കൃഷ്ണൻ നിറഞ്ഞിട്ട് അവർക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണനും രാമനും ഓടി വരുന്നു. അച്ഛാ അമ്മയെന്ന് വെച്ചിട്ട് ഓടി വന്നിട്ട് നന്ദഗോപരുടെയും യശോദയുടെയൊക്കെ കാൽക്കൽ വീണ് നമസ്കരിക്കുമ്പോൾ അവരെ എടുത്തിട്ട് ആ മടിയിൽ കയറ്റിയിരുത്തുകയാണ്. ആ മട്ടിലെത്രയും പോറ്റി വളർത്തിയ കുമാരരെ തൃക്കൻ തുടച്ചു കണ്ടം പോജക്ഷൻ ചോദിച്ചു മെല്ലവേ, ഗോകുലത്തിങ്കലേവർക്കും അങ്ങെങ്ങും സുഖമല്ലയോ, പൈക്കൽക്കു പുല്ലു ധാരാളം മേയുവാനിടമില്ലയോ, പണ്ടത്തെ മറ്റുതാനെങ്ങും വെണ്ണയും പാലുമില്ലയോ, അമ്മയ്ക്കെന്തിത്രയും ദേഹം മെലിഞ്ഞതിനു കാരണം, യശോദ കണ്ണുനീരൊപ്പി മിണ്ടാനാവാതിരിക്കവേ, ഒരു മട്ടോതിനന്നന്തൻകൽ ഗതം പൂണ്ടുമെല്ലവേ. അപ്പം കണ്ണൻ നട്ടു നിർത്താണ്ട് പണ്ടത്തെ അതേ സ്വഭാവത്തിൽ, പണ്ടും കണ്ണൻ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അമ്മയോട്. അതുപോലെ അമ്മേ, അച്ഛനും അമ്മയ്ക്കും സുഖമല്ലേ, ആ ഗോകുലത്തിൽ എല്ലാവർക്കും സുഖമല്ലേ, ആരെങ്കിലുമൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നിട്ടുണ്ടോ, ആ പശുക്കൾക്കൊക്കെ ധാരാളം പുല്ല് കിട്ടണില്ലേ, അവരെയൊക്കെ ഇപ്പം മേയാൻ കൊണ്ടുപോകാറില്ലേ, പണ്ടത്തെ പോലെ വെണ്ണയും പാലൊക്കെ ധാരാളമില്ലേ, ആ വെണ്ണയും പാലൊക്കെ ഇപ്പോൾ എവിടേക്കാണ്, അപ്പോൾ മധുരയിലേക്ക് കപ്പൊന്നും കൊടുക്കണമല്ലോ, അപ്പം വെണ്ണയും പാലൊക്കെ വിൽക്കാനായിട്ട് പോകാറുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെ ക്ഷീണിച്ചത്, അമ്മയ്ക്ക് ശരീരമൊക്കെ നല്ലോണം ക്ഷീണിച്ചുല്ലോ, അമ്മ ഇപ്പോഴും പണ്ടത്തെ പോലെ ധാരാളം ജോലികൾ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ യശോദയ്ക്ക് മിണ്ടാൻ സാധിക്കണില്ല. യശോദ മിണ്ടാൻ പറ്റാണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയോ തൻ്റെ ഉള്ളിൽ നിറഞ്ഞ സങ്കടം ഒതുക്കിക്കൊണ്ട് ഗദ്ഗതത്തോടു കൂടിയിട്ട് നന്ദഗോപർ പറയണു, ഞങ്ങൾക്കേതേതിലും സൗഖ്യം തന്നെയാണ് അംബുജക്ഷണ, നിന്നെ കാണായികയായുള്ള സങ്കടം മാത്രമോമനെ, സൂര്യഗ്രഹണം ഈ വണ്ണം മുളവായതു ഭാഗ്യമായി, സ്നാനത്തിനല്ല വന്നുള്ള അതിവിടം ഞങ്ങളെ വരും. അപ്പോൾ പറയണം, കണ്ണാ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, നീ ചോദിച്ചതെല്ലാം ഉണ്ട് അവിടെ, പക്ഷെ നീ ഇല്ലല്ലോ അവിടെ, നിന്നെ കാണാൻ സാധിക്കണില്ലല്ലോ, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക? ഞങ്ങളുടെ സന്തോഷം നീയല്ലേ കണ്ണ, നീ ഇല്ലാത്ത ദുഃഖം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. നീ വിചാരിച്ചു ഞങ്ങളിതാ ഇവിടെ വന്ന് അവഭൃത സ്നാനമൊക്കെ ചെയ്ത് പുണ്യം നേടാൻ വന്നതാണെന്ന് അല്ല കണ്ണ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിതാ ഇവിടേക്ക് വന്നത് എന്ന് പറയണു. മന്ദസ്മിതാദ്രസുഭകം നിന്റെ ഈ മുഖപങ്കജം കുളിർക്കയൊന്നു കണ്ടിടാൻ ആഗ്രഹം കൊണ്ടു മാത്രമാം, മറന്നോ ഗോകുലത്തിങ്കലെത്രയും പ്രീതിപൂർവകം, വെണ്ണയും മറ്റുമുണ്ടേറെ വിളയാടിയതൊക്കെയും, അമ്പാടി വീട്ടിലെങ്ങെങ്ങും പൊന്തളകിലുങ്ങീടവേ, ഓടക്കുഴലുമേന്തിക്കൊണ്ടോടിച്ചാടിക്കളിച്ചതും,
ഞങ്ങൾക്കല്ലാതൊന്നില്ല മനതാരിങ്കലെപ്പോഴും ഓമൽ പൊന്മകനെ നിന്റെ ഓരോരോ കളിയന്യയെ കണ്ണാ നീയെ നിന്റെ ഈ സുന്ദരമായിട്ടുള്ള ഈ മുഖം, നിന്റെ പുഞ്ചിരി തൂകുന്ന ഈ മുഖം കാണാണ്ട് ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കാൻ കഴിയണമെന്ന് എനിക്ക് ആലോചിക്കുന്നുണ്ടോ? ഞങ്ങൾ വന്നത് ഈ സുന്ദരമായ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. നീ ഞങ്ങളെ മറന്നോ? ഗോകുലത്തിനെ മറന്നോ? അവിടെ ആ വെണ്ണയും പാലിനും വേണ്ടിയിട്ട് കൊതി പൂണ്ടിട്ട് നീ ചെയ്ത ഓരോ വീർതികൾ മറന്നോ? അവിടെ കളിച്ച കളികൾ മറന്നോ? അച്ഛൻ്റെ പുറത്ത് കയറി ആന കളിച്ചത് മറന്നോ? അമ്മയുടെ പിന്നാലെ നടന്നിട്ട് ഓരോരോ വികൃതികൾ പറഞ്ഞുകൊണ്ട് നടന്നത് മറന്നോ? അതുപോലെ തിളച്ചു പോയ പാലിനായിട്ട് അമ്മയുടെ പിന്നാലെ ശാഠ്യം പിടിച്ച് കരഞ്ഞത് മറന്നോ? അമ്മയോട് ദേഷ്യപ്പെട്ട് തൈക്കലമുടച്ചത് മറന്നോ? അതുപോലെ ആ അമ്പാടിമുറ്റത്തെല്ലാം ഓടിച്ചാടി കളിച്ചത് മറന്നോ? ആ ഗോക്കളെ മറന്നോ? നിന്റെ ഓടക്കുഴലുണ്ടല്ലോ അവിടെ, ആ ഓടക്കുഴലിതാ ഇപ്പോഴും നിനക്കായിട്ടൊരു ഓടക്കുഴലിതാ അവിടെ ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, എന്ന് നീ വന്നാലും തരാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ ഏൽപ്പിച്ച ആ ഓടക്കുഴൽ മറന്നോ? കണ്ണൻ്റെ അതിൽ ധാരാളം ഓടക്കുഴലുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓടക്കുഴൽ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ കൊടുത്തിട്ടാ പോന്നേക്കണം, ഇത് സൂക്ഷിച്ചു വെക്കണം ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞിട്ട്. ഒരു ഓടക്കുഴലല്ല, ധാരാളം വിധത്തിലുള്ള ഓടക്കുഴലുകളുണ്ട്. അത് മറന്നോ? ഞങ്ങൾക്ക് ഇന്നും അതൊക്കെ തന്നെ ഓർക്കാനുള്ളൂ. കാരണം ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നുമില്ല ഞങ്ങളുടെ ഓർമ്മയിൽ. ആ 12 വർഷം മുമ്പ്, 12 വർഷക്കാലം നീ ആ ഗോകുലത്തിൽ ആടിയ ലീലകളില്ല, ആ കാലത്ത് തന്നെ ഇപ്പോഴും ഞങ്ങൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങളിങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടേ ഇല്ല. ഞങ്ങളിപ്പോഴും കണ്ണനോട് കൂടിയിട്ടാണ് ഓരോരോ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോഴും കണ്ണ നിന്നെയാണ് കാണുന്നത്. നിൻ്റെ ആ വികൃതി പൂണ്ടിട്ടുള്ള ഓരോ കളികളാണ് കാണുന്നത്, ചിരിയാണ് കാണുന്നത്, നിൻ്റെ ആ നാട്യങ്ങളും നോട്ടങ്ങളാണ് കാണുന്നത്. അമ്മയെ ഭയപ്പെടുത്താൻ വേണ്ടി നീ ഓരോന്ന് ചെയ്തിട്ട് ആ അമ്മ ഭയപ്പെട്ട കാര്യം ആ ഭയപ്പെട്ട് കണ്ണാ ചെയ്യല്ലേ ഇപ്പം ചാടും എന്ന് പറഞ്ഞിട്ട് നീ അന്ന് ആ കിണറ്റിൻ്റെ വക്കത്ത് നിന്ന് ഇപ്പം ഞാൻ കണ്ടിലേക്ക് ചാടി വക്കത്ത് നിന്ന് അമ്മ ആദ്യ പിടിക്കണ കാണുമ്പോഴേക്കും അങ്ങനെ ആദ്യ പിടിപ്പിക്കാൻ വേണ്ടി ഓരോ കുറുമ്പുകളൊക്കെ കാണിച്ചില്ലേ? മരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നിട്ട് അമ്മ അന്വേഷിച്ച് നടക്കുമ്പോൾ അമ്മ കാണാണ്ട് അവലാതിപ്പെടണമെന്ന് കാണുമ്പോൾ അമ്മയുടെ മുമ്പിലേക്ക് ചെന്ന് അമ്മയെ സന്തോഷിപ്പിച്ച് നിനക്ക് അങ്ങനെ പല വികൃതികളും നീ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് എന്നും ഓർക്കാൻ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. കാരണം വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആ കളികളൊക്കെ ഓർത്ത് ഓരോന്നും ഞാനിതാ ആ പുറത്ത് എവിടെയെങ്കിലും പുറത്ത് പോയി വരുമ്പോൾ പശുക്കളൊക്കെ ഓടി വരും. നീ സ്നേഹിച്ച് വളർത്തിയ നിൻ്റെ പശുക്കിടാങ്ങളൊക്കെ വലുതായി ഇന്ന് വലിയ വലിയ അമ്മമാരായി, അവർക്ക് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുമായി. എന്നാലും അവരിതാ ഇപ്പോഴും ഓടി വന്നിട്ട് എൻ്റെ ചുറ്റും നിൽക്കും. കണ്ണനെ കണ്ടോ, കണ്ണനിങ്ങനെ വരുമോ, ഞങ്ങളെ കാണാൻ വരുമോ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് നോക്കിയിട്ട് കുറേ നേരം എൻ്റെ ചുറ്റും നിൽക്കും. ഓരോന്നിനെയും തലോടിക്കൊണ്ട് ഞാൻ മിണ്ടാണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ അവരുടെ കണ്ണുകൾ ധാരധാരയായിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവരിതാ ആ മന്ദം തിരിച്ച് നടക്കണ കാണുമ്പോൾ കണ്ണാ ആ വ്രജത്തിനെ നീ എപ്പോഴെങ്കിലും ഓർക്കണുണ്ടോ എന്നെല്ലാം നന്ദഗോപര് ചോദിക്കുകയാണ്. മറന്നോ നിന്റെ ആ കൊച്ചു നന്ദിനി പൈക്കിടാവിനെ, ഏറെ നാൾ വെള്ളവും കൂടി കുടിച്ചിട്ടില്ല അതോമനെ, എത്ര നാളാണ് നിൻ പൊൻതേർ പോയൊരാ വഴി നീളവേ, നോക്കി നിന്നകറി തന്നെ വാണതാ പൈക്കളൊക്കെയും. നിനക്ക് ഓർമ്മയുണ്ടോ കണ്ണാ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു നന്ദിനി പൈക്കുട്ടിയെ, അത് നീ പോയപ്പോൾ തൊട്ടിട്ട് കുറേ കാലത്തേക്ക് വെള്ളം പോലും കുടിക്കാണ്ട് നിൽപ്പിന്ന് നീങ്ങാണ്ട് നീ പോയ വഴി, ആ തേര് പോയ വഴിയെ നോക്കിയിട്ട് കണ്ണാന്ന് വിളിക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ നിൽക്കും. അതുപോലെ തന്നെ ആ പശുക്കളും അതെ, എന്തെങ്കിലും ഒരു അനക്കമുണ്ടായാൽ അവർ ആ വഴിയിലേക്ക് നോക്കും, എപ്പോഴും നോക്കിക്കൊണ്ട് വരുന്നുണ്ടോ,
കണ്ണൻ വരുന്നുണ്ടോ കണ്ണൻ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. ആ നന്ദിനി പയ്യനുണ്ടല്ലോ, ധാരാളം കറവുണ്ടിപ്പോൾ എങ്ങൾ കോമൽ കിടാങ്ങളെ. ആ നന്ദിനി പയ്യനെ ഇപ്പം ധാരാളം പാല് തരും. ആ നന്ദിനി പയ്യൻ്റെ അടുത്ത് ചെന്നിട്ട് കണ്ണൻ്റെ കഥകൾ പറഞ്ഞിട്ട് പശുവിനെ ആ നന്ദിനിയെ കറക്കാൻ ചെന്നിരിക്കുമ്പോൾ അതിങ്ങനെ കറക്കേ വേണ്ട കണ്ണ, ചുരത്തി 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 പറയും. നിൻ്റെ കഥകളിൽ അതിൻ്റെ കണ്ണുകൾ തിളങ്ങണതും ആ കണ്ണുകൾ നിറയണതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ നെഞ്ഞ് പൊട്ടാറുണ്ട് കണ്ണാന്ന് പറയണു. ഒട്ടുനാളെങ്കിലും നിങ്ങൾ ഇവിടം വന്ന് വാഴണം, വരാമെന്നു പോരുമ്പോൾ നീ എന്നോടോതിയില്ലയോ? മറന്നീടില്ല ഞാൻ അമ്മയച്ഛന്മാർക്കൊരതാഗ്രഹം, സാധിപ്പിച്ചിടണം കൃഷ്ണ, കാലം വൈകാതെ നീ. എത്രയോ കാലം ആ ഒരിക്കലേക്കും നിനക്കൊന്ന് വന്നൂടെ? നിനക്ക് ആഗ്രഹമില്ലേ കണ്ണ? നമ്മൾ എവിടെ പോയാലും കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ താമസിച്ച സ്ഥലം കാണാനൊരാഗ്രഹം അങ്ങനെ ഉണ്ടാവില്ലേ? അവിടുത്തെ ഓരോന്നും കാണാൻ നിനക്കും കൊതിയില്ലേ? ഒരു തവണയെങ്കിലും വന്നൂടെ കണ്ണ? നീ എന്നോട് പറഞ്ഞു ഞാൻ അധികം വൈകാണ്ട് വരാട്ടോ അച്ഛാന്ന് പറഞ്ഞ ആ വാക്കിനെ സത്യമാക്കാനെങ്കിലും കണ്ണ ഒരു തവണയെങ്കിലും ഒന്ന് വരുമോ എന്ന് ചോദിക്കണോ? ഇത്രയൊക്കെ കേട്ടപ്പോൾ ആ അമ്മയുടെ മനസ്സ് ഒന്ന്, ആ അമ്മ ഇതൊക്കെ കേട്ട് കരഞ്ഞ് കുറേ കണ്ണുനീര് വാർത്തപ്പോൾ ആ അമ്മയുടെ മനസ്സിന് അല്പം ഒരു നില കിട്ടിയപ്പോൾ അമ്മ പറയാൻ തുടങ്ങി. തൃക്കൈ പിടിച്ചുകൊണ്ടമ്മയോതിനാൾ മെല്ലെ മെല്ലവേ, വെറും തൈർക്കുടമുടച്ചതിനുൾ വെറും തൈർക്കലം ഉടച്ചതിന് ഇന്നമ്മയെന്ന് വെറും തൈർക്കലമുടച്ചുള്ളതിന്നമ്മയെന്നു അന്നു കെട്ടിയിട്ടുള്ളതും മറ്റും ഓർക്കൊല്ലൻ മകനുള്ളിൽ നീ. വരികളിൽ കുറച്ച് അവിടെ തെറ്റുകൾ വരുന്നുണ്ട് കേട്ടോ, അതാണ് ശരിക്കും ആ രീതി കിട്ടാത്തത്. വെറും തൈർക്കലമുടച്ചുള്ളതിന്നമ്മയന്നു താൻ കെട്ടിയിട്ടുള്ളതും മറ്റും ഓർക്കല്ല എൻ മകനുള്ളിൽ നീ. കാരണം അന്ന് ആ തൈര് ചെറിയൊരു തൈരിൻ്റെ കലം പൊട്ടിച്ചുള്ളൂ, പക്ഷെ എന്തൊരു ദേഷ്യം എനിക്കുണ്ടായ നിന്നോട്. ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാനന്ന് നിന്നെ കെട്ടിയിട്ടില്ലേ കണ്ണ? ഇതൊന്നും നീ മനസ്സിൽ വയ്ക്കല്ലേ. അമ്മയോട് ആ ഒരു സങ്കടം ദേഷ്യമൊന്നും ഉണ്ടാവരുത് കണ്ണ. അമ്മയോട് വെറുപ്പൊന്നും തോന്നല്ലേ കണ്ണ? അമൃതച്ചൊല്ലിനാലമ്പാർന്നരവിന്ദായ ദക്ഷണൻ ആനന്ദമേകിനാനമ്മയച്ഛന്മാർക്കുടനെത്രയും തിരക്കൊഴിഞ്ഞു കാണാനായി കാത്തു നിൽക്കുന്ന ഗോപികൾ, ബ്രഹ്മരുദ്രാദ്യരെ പോലും കൈകൾ കൂപ്പിച്ചതഞ്ഞുകൾ, കാർവർണ്ണനെന്നും കരളിൽ കളിയാടിയിടും സുശീലകൾ, വിശുദ്ധ ഭക്തിക്കെന്നെന്നും ഉദാഹരണഭൂതകൾ, രാവും പകലും അമ്പാടിയെങ്കൽ കൃഷ്ണന്റെ കൂടവേ കളിച്ചിങ്ങനെ മോദിച്ചു വളർന്ന വരഗാത്രികൾ, ആ മട്ടിൽ മിന്നിടും സ്വന്തം പ്രജദേവികളെ സ്വയം ആരുമില്ലാത്തൊരാച്ചോട്ടിൽ കൊണ്ടു ചെന്നമ്പുജക്ഷണൻ ചിരിച്ചുകൊണ്ടു ചോദിച്ചാരവർക്കുള്ള മലിഞ്ഞുപോയി, സുഖം താനല്ലയോ നിങ്ങൾക്കേവർക്കും സഖിമാർകളെ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അച്ഛനും അമ്മയും കരഞ്ഞപ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കവിളിൽ ഉമ്മ വച്ചുകൊണ്ട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നല്ല നല്ല ആ തമാശകൾ പറഞ്ഞുകൊണ്ട് അവരെ ചിരിപ്പിച്ചുകൊണ്ട് കണ്ണൻ്റെ കള്ളനാട്യവും കള്ളനോട്ടം കൊണ്ടൊക്കെ അവരുടെ മനസ്സ് മുഴുവനും കവർന്നെടുത്ത് എല്ലാ ദുഃഖങ്ങളെയും ആ നോട്ടങ്ങളെ കൊണ്ട് മനോഹരമായിട്ടുള്ള ആ കണ്ണുകളെ കൊണ്ട് വലിച്ചെടുത്തിട്ട് അച്ഛനെ അമ്മയും സന്തോഷിപ്പിച്ചു. അപ്പോഴാണിതാ ഒരു കൂട്ടം പേര് ഒന്നും മിണ്ടാണ്ട് കുറച്ച് പേരകലെ മാറി നിൽക്കണു. നോക്കിയപ്പോൾ ആരാണ്? ഗോപികമാരാണ്. ആ ബ്രഹ്മാവ് രുദ്രൻ തുടങ്ങിയിട്ടുള്ളവരെ പോലും നമസ്കരിക്കണു ആ ഗോപികമാരുടെ അല്ലേ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭിഷ്ണശ യാസം ഹരികതോൽഗീതം
പുനാതിഭുവനത്രയം എന്ന് പറഞ്ഞ് ആ ഉദ്ധവര് നമസ്കരിച്ച് വീണുരുണ്ടില്ലേ, ആ ഗോപികമാരേതാ ഇവർ പോലും നമസ്കരിക്കണു. അതുപോലെ എപ്പോഴും ആ കൃഷ്ണനെ മാത്രം ചിന്തിച്ചിട്ട് മറ്റൊന്നും എല്ലാം മറന്നുകൊണ്ട് യന്ത്രം പോലെ ശരീരം കൊണ്ട് തൻ്റെ കർമ്മങ്ങൾ ചെയ്യണു. മനസ്സ് സദാ കൃഷ്ണനിൽ മാത്രം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആ ഗോപികമാര് വിശുദ്ധ ഭക്തിക്ക് ഇവരെ പോലെ ഉദാഹരണം പറയാൻ വേറെ ആരുമില്ല. അത്രയും വിശുദ്ധമാണ് അവരുടെ ഭക്തി. അങ്ങനെ രാവും പകലും ആ കൃഷ്ണൻ്റെ കൂടെ കളിച്ചുകൊണ്ട് വളർന്ന് വന്ന ആ ഗോപികമാര് അവരേതാ കണ്ണൻ എന്ത് ചെയ്തു, എല്ലാവരെയും ഒരുമിച്ച് കണ്ണുകളെ കൊണ്ട് വിളിച്ച് കണ്ണൻ്റെ കടക്കൻ നോട്ടത്തോണ്ട് കൂടിയിട്ട് അവരെ ആകർഷിച്ചുകൊണ്ട് അടുത്ത് ആരുമില്ലാണ്ട് കുറച്ച് അകലെ പോയിട്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ എല്ലാവരെയും നിർത്തിക്കൊണ്ട് ആ വൃന്ദാവനത്തിലെ ആ കദംബവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഭഗവാൻ ആ ഗോപികമാരുടെ കൂടെ ആ വൃന്ദാവനത്തിൽ നിൽക്കുന്നത് പോലെ, വള്ളിക്കുടിൽ നിൽക്കുന്നത് പോലെ ആ ഗോപികമാർക്ക് തോന്നി. അവിടെ നിന്നുകൊണ്ട് അതിമനോഹരമായിട്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കി പുഞ്ചിരിച്ചപ്പോൾ അവരുടെ എല്ലാ ഹൃദയങ്ങളും അലിഞ്ഞുപോയി. എല്ലാവരുടെയും ഹൃദയങ്ങൾ അലിഞ്ഞുപോയി. അവിടെ ചോദിച്ചു, സുഖല്ലേ? കൂട്ടുകാരോട് ചോദിച്ചു, സഖികളെ നിങ്ങൾക്ക് സുഖല്ലേ എന്ന് ചോദിച്ചു. യാദവന്മാരെയും മറ്റും കാത്തു രക്ഷിച്ചു പോരുവാൻ ഒട്ടൊന്നമാന്തമരുളുവാൻ എന്നാൽ അതു കാരണം തെറ്റിദ്ധരിക്കയില്ലെന്നെ നിങ്ങളേതേതു മട്ടിലും നിങ്ങൾക്കെഴും അഭിപ്രായം തെല്ലും നോക്കേണ്ടതില്ല ഞാൻ. അപ്പോൾ പറഞ്ഞു അവിടെ ആ യാദവന്മാരെയും മറ്റും രക്ഷിക്കാനും പല വിധത്തിൽ ഉത്തരവാദിത്വങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് തിരിച്ച് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. പല ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ എല്ലാ കാര്യവും അറിയണ ഗോപികമാരെ നിങ്ങൾക്കല്ലേ അറിയണേ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നോട് ദേഷ്യവും പരിഭവമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്ന് ഭഗവാൻ പറയണം. എനിക്കു നിങ്ങളോടെന്തും ചെയ്യാം, ഏതേതു കാലവും കൃതജ്ഞനല്ലെന്നിവനെ കരുതില്ല ഒരു ദേശവും. മറ്റാരോട് വേണമെങ്കിലും എൻ്റെ അച്ഛനമ്മമാരോടും കൂടിയും പറയും ചിലപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ, കൃഷ്ണ നീ നന്ദിയില്ലാത്തവനാണ്, നിന്നെ നോക്കി വളർത്തിയിട്ട് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയില്ലെന്ന്. പക്ഷേ നിങ്ങളത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളോട് ഞാൻ എങ്ങനെ പെരുമാറിയാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലുള്ള എന്നോടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ഒരു കുറവും തട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എന്നും ആത്മാവായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള സത്യത്തെ ബോധിച്ചവരാണ് നിങ്ങൾ. ആ ആത്മാനന്ദം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പിരിഞ്ഞു എന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അതുകൊണ്ട് എങ്ങനെ ഞാൻ പെരുമാറിയാലും നിങ്ങൾക്ക് മാത്രം എന്നോടൊരു വിഷമം തോന്നില്ല. ആ മട്ടിലല്ലയോ നമ്മളല്ലെങ്കിലുര ചെയ്യുവിൻ, അതുമല്ലീശ്വരൻ ചെയ്യുന്നതോ നീക്കാവതോ സഖി. നമ്മളങ്ങനെ തന്നെയല്ലേ സഖിമാരെ? ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ? അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയൂ. ഇതൊക്കെ ആ ഭഗവാൻ മുൻകൂട്ടി നിശ്ചയിച്ചതല്ലേ കൂട്ടുകാരെ ചോദിക്കുന്നു. എങ്ങൊക്കെയോ പാറിപ്പറന്നിടുന്നു പഞ്ഞികൾ, കാലത്തിനു വശപ്പെട്ടു ജീവജാലവും അങ്ങിനെ. പുറമേക്കുള്ള നമ്മുടെ ശരീരം പഞ്ഞി പോലെയാണ്. അതെങ്ങനെയാ? കാലത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടും ഇരിച്ചു കൂടി ചേർന്നും അകന്നു പോയൊക്കെ ഇരിക്കും. ഇങ്ങനെയാണ് കാറ്റത്ത് പഞ്ഞി പാറിപ്പറന്ന് നടക്കണമെന്ന് വെച്ചാൽ. അതുപോലെ ഒരു പഞ്ഞിക്കായയുടെ ഉള്ളിലുള്ള പഞ്ഞി, ആ പഞ്ഞിക്കായ പൊട്ടിയിട്ട് അങ്ങോട്ട് വരുമ്പോൾ കാറ്റത്ത് അതങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ണം കഷ്ണമായിട്ട് പറന്ന് പല ഭാഗത്തേക്കും പോകും. അതുവരെ ആ കായ ഉണ്ടായി ആ പഞ്ഞി ആവണവർ അതിൻ്റെ ഉള്ളിൽ ഒരുമിച്ചിരുന്നതാണ്. പഞ്ഞി ആയി കഴിഞ്ഞപ്പോൾ കാറ്റ കൂശി അത് ആ പഞ്ഞിക്കായ പൊട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പല വിധത്തിലേക്കും പറന്നു പോകുന്നത് പോലെ പോവും. ഏതെങ്കിലും വിധം ഭക്തിഭാവം തല്ലൊന്നുദിക്കുവിൽ ജീവൻ ദുർദശയൊട്ടാകെ നീങ്ങി മിന്നാൻ തുടങ്ങിടും. ഒന്നുകൂടിയും ആവർത്തിക്കുന്നു ഞാനിവയൊക്കെയും, ഉദ്ധവൻ ചൊൽവതിൻ മുമ്പിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിടും. ഞാനെന്നും ഉള്ളിൽ മിന്നിയിടുന്നതാണു പരമാമൃതം. അത്തരം പ്രേമമാൻ നിങ്ങൾക്കത് സൗഭാഗ്യമല്ലയോ? പറയണു, നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞ് ആ ഉള്ളിലുള്ള ആ ഭഗവാനെ കണ്ട്
ആ ഉള്ളിലുള്ള ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആത്മാനന്ദം അനുഭവിക്കണം. അതാണ് പരമാനന്ദം, അതാണ് സച്ചിദാനന്ദം. അങ്ങനെയാണ് അനുഭവിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്ന ആ പരമപ്രേമികകളല്ലേ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരല്ലേ. നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തവരാരാണ് ഈ ലോകത്തുള്ളത്? ഭക്തി കൊണ്ടാവിധം പ്രാപ്യനാമൻ നിലയുമോതിടാം സർവത്തിനും കാരണമാം സച്ചിദാനന്ദ വസ്തു ഞാൻ നാനാരൂപത്തിലും മിന്നി നിൽക്കയാണെന്നു മാത്രമാം പലതായി കാണുന്നു പലതും പഞ്ചഭൂതം താനെന്ന മാതിരി മൺകുടത്തിങ്കൽ മണ്ണല്ലാതില്ല മറ്റൊന്നു മോതുവാൻ കുടമാവുന്നതിൻ മുമ്പും ഉടഞ്ഞലിഞ്ഞിടും എപ്പോഴും നാമരൂപങ്ങൾ കർമ്മം കൊണ്ടിഷ്ടം പോലുളവാവതാം സത്യമല്ലവയെന്നെന്നും വെറും താൽക്കാലികങ്ങളാം. എന്താ തത്വം പറഞ്ഞ് മനസ്സിലാക്കണം. സർവ്വദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ് ഞാൻ, ആ സച്ചിദാനന്ദമാണ് ഞാൻ. ആനന്ദത്തെയാണ് അനുഭവിക്കേണ്ടത്. രൂപങ്ങളൊക്കെ വെറും വന്നു പോണത് മാത്രമാണ്, അത് സ്ഥിരമായിട്ട് നിൽക്കണതല്ല. മണ്ണി കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കണു. ഒരു കൊശവൻ മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കണു. ആ കുടം തന്നെ വീണ്ടും തല്ലിപ്പൊടിച്ച് മണ്ണാക്കിയിട്ട് പൊട്ടിപ്പോകുമ്പോൾ അത് മണ്ണായി കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ആ മണ്ണെന്നെ എടുത്തിട്ട് വീണ്ടും ആ കുടം കൊണ്ട് വേറെ ഒരു കല ഉണ്ടാക്കണു. അതുപോലെ ചട്ടി ഉണ്ടാക്കണു. കാര്യം മണ്ണ് തന്നെയാണ്. കുടം നമ്മൾ ആ രൂപത്തിനെ പറയണമെന്നേ ഉള്ളൂ, അത് മണ്ണ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നാമരൂപങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള ആ തത്വങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് അവിടെ. ഉടൻ ഇക്കാൺമതൊക്കെയും ഞാനാം മുന്നിൽ നിൽക്കുന്ന നിങ്ങളും വാസ്തവത്തിങ്കൽ വിരഹം തന്നെയെ എങ്ങനെ നമ്മളിൽ ഈ കാണുന്ന സർവചരാചരങ്ങളും ഞാനാണെന്നിരിക്കെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളും ഞാൻ തന്നെയല്ലേ സഖിമാരെ? അപ്പം ഞാനും നിങ്ങളും വേറെയാണോ? നമ്മൾ ഒന്ന് തന്നെയല്ലേ? പിന്നെ എങ്ങനെ വിരഹം ഉണ്ടാവും? അവനവനിൽ നിന്ന് അവനവൻ എങ്ങനെയാ വിരഹം ഉണ്ടാവുക? നമ്മൾ ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കണം. ആത്മസ്വരൂപം ഈ വണ്ണം മരുളിക്കെട്ടു ഗോപികൾ കൃഷ്ണഭാവത്തിലൊട്ടേറെ മുഴുകിച്ചൊല്ലി വിധം സമാധി സമ്പന്നർ മുനീന്ദ്രരെന്നും ധ്യാനിച്ചിടും ശ്രീചരണാരവിന്ദം മുകുന്ദ നിൻ ഗോപികളെങ്ങുമെങ്ങും ചെന്നാലും ഉൾപ്പൂവിലുദിച്ചിടേണം. ഇതൊക്കെ കേട്ടപ്പോൾ ഗോപികമാർ ആ കൃഷ്ണാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് പറഞ്ഞു, ആ മുനീന്ദ്രരും മറ്റുള്ളവരൊക്കെ ധ്യാനിക്കണം അടുത്ത ഈ പാദപങ്കജം. ഈ ഞങ്ങൾ എവിടെ ചെന്നാലും ഏതേത് ജന്മം എടുക്കേണ്ടി വന്നാലും ഞങ്ങൾ എവിടെയൊക്കെ പോയാലും ഭഗവാനെ അവിടുത്തെ ഈ പാദപങ്കജം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു അണുപോലും ചലയ്ക്കാണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കണം. നമുക്ക് ആ ഭഗവാനോട് അതേ കാര്യം പറഞ്ഞ് നമസ്കരിക്കാം. ആ ഗോപികമാരുടെ ആ ഭക്തി പോലെ ഭഗവാനെ നമ്മുടെ ഉള്ളിലും ഭക്തി ഉണ്ടാവണേ. എവിടെ പോയാലും ഏതെല്ലാം രീതിയിലേക്ക് നീങ്ങിയാലും ഉള്ളിലെപ്പോഴും ആ ഭഗവാന്റെ ആ ഒരു നാമരൂപങ്ങൾ ഹൃദയത്തിൽ തെളിഞ്ഞു കാണണേ. നാവെപ്പോഴും ആ നാമങ്ങൾ ഉച്ചരിക്കാൻ വരണേ. ആ ഉള്ളിലെപ്പോഴും ആ പാദപങ്കജങ്ങൾ തെളിഞ്ഞു കാണണേ എന്നെല്ലാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ആ സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.
രാധേശ്യാം. ആരോടുമുള്ളിൽ പകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ, തീരേണമേ കൃഷ്ണമതീയ ജന്മ.